സൂക്ഷിക്കുന്നല്ലോ. സകല കാര്യത്തിലും സ്വർഗം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്നല്ലോ. കർത്താവിന്റെ വചനം നമ്മുടെ എല്ലാ മേഖലയിലും നമ്മളെ എല്ലായിടത്തും സാക്ഷ്യമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് എൻ്റെ കൂടെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് എല്ലാ ദിവസത്തെ പോലെ നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ എന്ന് ഞാൻ സമൃദ്ധി അനുഭവിക്കും. രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ഒരു ആത്മാവിനോ എൻ്റെ മേൽ അനുവാദമില്ല. പുതിയ അവയവങ്ങൾ എനിക്ക് തന്ന കൃപയ്ക്ക് നന്ദി. ഞാൻ ദാരിദ്ര്യത്തിൽ പോകത്തില്ല, വായ്പ വാങ്ങത്തില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ജാതികളുടെ നടുവിൽ ഞങ്ങളുടെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ ഞങ്ങളുടെ പ്രദേമരെയും ഞങ്ങളുടെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. അത് കാണും, ഞങ്ങളത് കേൾക്കുക തന്നെ ചെയ്യും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്, അത്ഭുതങ്ങളുടെ സമയമാണ്. നന്ദിയോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇന്നലെ കേട്ട വചനചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറഞ്ഞ്. അനുഗ്രഹത്തിന്റെ തടസ്സങ്ങൾ ദൈവത്തിന്റെ സമയത്തിനായ അനുഗ്രഹങ്ങളുടെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? യേശുക്രിസ്തുവിൽ കൂടി ശുദ്ധീകരണം പ്രാപിച്ചു. നമ്മൾ മെയിനായിട്ട് കേട്ട ഘടകം യേശുക്രിസ്തുവിലൂടെ എന്നേക്കുമായി ശുദ്ധീകരണം, അതായത് ദൈവത്തിലേക്ക് നാം മടങ്ങി വന്നിരിക്കുന്നു. ഇനി ഒന്നാമത്തെ തടസ്സം എന്താന്നുള്ളത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒന്നാമത്തെ നമ്മുടെ ജീവിതത്തിലെ തടസ്സം എന്നാന്നുള്ളത്? കുറവ് പറയരുത്, കുറവുകളേറ്റ് പറയരുത്. നമ്മൾ കുറവുകൾ ഏറ്റു പറയരുത്. ദൈവസന്നിധിയിൽ ബലഹീനത ഉണ്ടെന്ന് പറയരുത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് എനിക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്ന ദൈവത്തോട്. അപ്പൊ ക്രിസ്തു യേശു ആണ് എൻ്റെ ബലം, കർത്താവാണ് എൻ്റെ ധൈര്യം. എൻ്റെ കുറവോ എൻ്റെ കഴിവോ എൻ്റെ കൂടുതലോ ഒന്നുമല്ല അവിടെ കാര്യം. ക്രിസ്തു യേശുവിലൂടെയാണ്. അപ്പൊ അത് മറക്കരുത്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ 1, 2, 3, 4 ക്ലാസ്സുകളായിട്ട് ഈ വചന ധ്യാനം മുന്നോട്ട് പോവാണ്. സമയം ഇച്ചിരി മുന്നോട്ട് പോയാലും സാരമില്ല. നിങ്ങൾ ഒരു പ്രവചനാലോചന മാത്രം കേൾക്കാൻ വരുന്നവരാകാതെ, രോഗസൗഖ്യം മാത്രം വരാതെ, ഇതെല്ലാം നമുക്ക് എല്ലാത്തിന്റെ അടിസ്ഥാനമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വചനം കുറച്ചിട്ട് നമ്മുടെ ബാക്കിയുള്ള കൃപാവര ശുശ്രൂഷകൾ കൂട്ടാത്തതിന്റെ കാരണം, വചനത്തിന്റെ അകത്തു നിന്ന് വേണം ഇതെല്ലാം ചെയ്യാൻ. വചനം അടിസ്ഥാനത്തിന്റെ അകത്തു നിന്ന് വേണം ഇതെല്ലാം ചെയ്യുവാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടത്തുള്ളൂ. കാര്യം നമുക്ക് വളർച്ച ആവശ്യമാണ്. കർത്താവിൽ നമ്മൾ വളരുന്നവരാണ്. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ, സ്വർഗം നമ്മളെ സഹായിക്കുന്നല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ രണ്ടാമത്തെ തടസ്സത്തെ എന്താന്നുള്ളത് കേൾക്കാം. അപ്പൊ ഒന്നാമത്തെ തടസ്സം എന്നാന്നുള്ളത്, ഒന്ന് ക്രിസ്തു യേശുവിലേക്കുള്ള അറിവാണ്. നമ്മുടെ ബലഹീനത പറയുള്ളതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തു എൻ്റെ കുറവുകൾ പരിഹരിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ശത്രു പാപത്തിലായിരുന്നു എന്നെ നിരപ്പിച്ചിരിക്കുന്നു. എനിക്കിപ്പോ ദൈവത്തോട് സമാധാനമുണ്ട്. അവിടെ ഡിമാൻഡുകളില്ല. എൻ്റെ കുറവ് ആവശ്യമില്ല, ബലഹീനത ആവശ്യമില്ല, എൻ്റെ കൂടുതൽ ആവശ്യമില്ല, നേർച്ച കാഴ്ചകളൊന്നും അവിടെ ആവശ്യമില്ല. ഒറ്റ കാര്യം മാത്രം, യേശു ക്രിസ്തുവിൽ എനിക്ക് ലഭിക്കും. കർത്താവ് എൻ്റെ സകല തടസ്സം എന്നായിരുന്നു? പാപമായിരുന്നു. അത് നീക്കി. ഈ അറിവില്ലാതെ പ്രാർത്ഥിച്ചാൽ നമുക്ക് പലപ്പോഴും ലഭിക്കുകയില്ല. ഇനി രണ്ടാമത്തെ കാരണമാണ് ടൈം, സമയം. നമ്മൾ കേൾക്കാൻ വേണ്ടി പോണതാണ് സമയം. അപ്പൊ എൻ്റെ കുറവുകളൊന്നും എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമാകരുത് എന്ന് ഇനി പറയരുത്. നിങ്ങളുടെ കുറവുകളൊന്നും ദൈവം മൈൻഡ് ചെയ്യത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? കാര്യം നിങ്ങളുടെ കുറവല്ല അവിടെ വിഷയം. നിങ്ങൾ കുറവുള്ളവരാണ്. ദൈവം പറയുന്ന ഒരു ഡിമാൻഡും നമുക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്. പക്ഷെ നമ്മളെ ശക്തനാക്കുന്ന യേശു മുഖാന്തിരം നമ്മൾ സകലത്തിലും അനുഗ്രഹമായി തീരുന്നത്. അപ്പൊ ക്രിസ്തുവാണ് എൻ്റെ അടിസ്ഥാനം, ക്രിസ്തുവാണ് എൻ്റെ ബലം. ആമേൻ. നാളെ നമുക്ക് ഒരു ലേഡീസ് മീറ്റിംഗ് പോലെ ക്രമീകരിക്കുന്നുണ്ട്, സഹോദരിമാരെ ചേർന്ന്. കൂടുതലും പ്രാർത്ഥനയാണ്, അന്യഭാഷ പ്രാർത്ഥനയും അല്ലാതെ വചനവും കൂട്ടായ്മയാണ്.
ആഗ്രഹിക്കുന്നവർ ഇന്ത്യൻ സമയം 3 മണിക്ക് അതിൽ പങ്കുചേരാൻ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇന്ത്യൻ സമയം 3 മണിക്കാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ അത് പങ്കുചേരാം. സിസ്റ്റർ അത് ലീഡ് ചെയ്യുന്നതായിരിക്കും. ആഗ്രഹിക്കുന്നവർ അതിൽ പങ്കുചേരുക. കർത്താവിന് അന്ന് അതിന് ശേഷം നമുക്ക് സൂം പ്രയറും ഉണ്ട് വൈകിട്ട് ഇന്ത്യൻ സമയം എനിക്കറിയാം ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇല്ല എങ്കിൽ നിങ്ങളുടെ ഒരു ഫ്ലെക്സിബിൾ ടൈമും കൂടെ നോക്കാം. നമുക്ക് കൺഫേം അല്ല, 3 PM അത് തന്നെ, രാവിലെ അല്ല, വൈകുന്നേരം 3 PM ആണ്. ഇനി എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾ കൂടുതൽ ഒരു സമയങ്ങളിൽ എന്തെങ്കിലും ഞാൻ വൈകുന്നേരം ഇത് കഴിയുമ്പോൾ ഞാൻ ചോദിക്കാം. മറ്റേതെങ്കിലും സമയം ഇവിടുത്തെ നോക്കിയിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കാം. എല്ലാവരും ആ സമയത്ത് അവൈലബിൾ ആവുമെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒരു ആദ്യ മീറ്റിംഗ് എന്ന പോലെ നമുക്ക് തുടങ്ങാം. ബാക്കി നമുക്ക് സമയങ്ങളെ ക്രമീകരിച്ച് എന്ത് ചെയ്യാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്ന ദൈവത്തിന്റെ സമയമാണ്. അപ്പോൾ നമ്മുടെ കുറവ് എന്താന്ന് പറയരുത്. ഇന്ത്യൻ സമയമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ സമയം ഓക്കെ. നിങ്ങൾക്ക് US ഉള്ളവർക്ക് 3:30 രാവിലെ ആയിരിക്കും അല്ലേ. നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു ടൈം. നമുക്ക് നോക്കിയിട്ട് ബാക്കി സമയങ്ങളൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാ സമയവും ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് മെസ്സേജ് അയക്കുക. ഇനി ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും അനാവശ്യമായിട്ടുള്ള വീഡിയോസും മറ്റു കാര്യങ്ങളും ഒക്കെ ആൾക്കാർ ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് അത് ഓപ്പൺ ചെയ്യാത്തത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തുടങ്ങാം. ഒട്ടുമുക്കാലും ആൾക്കാർ ഇപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയുന്നതിന് മുമ്പ് പറയുന്ന ബ്രദറെ എനിക്കറിയാം ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഇനി പറയരുതെന്ന് പറഞ്ഞൊരു സങ്കടപ്പെട്ടുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഫ്ലെക്സിബിൾ ആയിട്ടൊരു ടൈം എല്ലാവരും ആലോചിച്ചിട്ട് ഞാൻ ഏറ്റവും ഒടുവിൽ ഒന്നുകൂടെ ചോദിക്കും. അപ്പോൾ എനിക്ക് വന്ന ഈ സമയം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഉള്ളവരുണ്ടെങ്കിൽ ഭൂരിഭാഗം നമ്മൾ നോക്കിയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഞാനൊരു വോട്ടിംഗ് പോലെ ഇന്ന് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. നമുക്കൊരു വോട്ട് ചെയ്യുന്ന ടൈപ്പ് അറിയാലോ, അതിലൊരു സർവേ എടുക്കുന്നത് പോലെ ഓരോ ടൈം. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഏത് സമയമാണോ വേണ്ടത്. ഒരു സർവേ ഞാനിടാം. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. അതിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഏത് സമയം. 3 സമയം 2 സമയം ഞാൻ വെക്കാം. അതിൻ്റെ അകത്ത് ആ സമയം ഓക്കെ ആണെങ്കിൽ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ആ സർവേ നമുക്ക് കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം പല ആൾക്കാരും പറയും ബ്രദറെ പ്രയർ റിക്വസ്റ്റ് പറയരുതെന്ന് ബ്രദർ പറയുന്നുണ്ട്. എന്നാ അതുകൊണ്ട് ഞാൻ പിന്നെയും സങ്കടത്തോടെ പറയുകയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ എനിക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളല്ല. പക്ഷെ നിങ്ങൾ ആദ്യം ഒരു സത്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചത് കൊണ്ട് നിങ്ങളുടെ വിഷയം നേരെയാകത്തില്ല. ആദ്യം മനസ്സിലാക്കണം. ഒത്തിരി പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒത്തിരി പേര് പ്രാർത്ഥിച്ചത് കൊണ്ടോ വിഷയം നടക്കത്തില്ല. അതിനൊരു കാരണം ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോണം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ബ്രദർ പ്രാർത്ഥിക്കരുത്, വചനം അയക്കരുത്. അപ്പൊ നിങ്ങൾ മാനസികമായിട്ട് തളർന്നിരിക്കുക, ബ്രദർ എനിക്ക് ഒരു രക്ഷയില്ല, നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ വിളിച്ചോ, ആരെ വേണമെങ്കിലും പ്രേരണയെ വിളിച്ചോ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പ്രോത്സാഹിപ്പിക്കാത്തതിന്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരണം, നിങ്ങൾ അതിനെ ജയിക്കുവാൻ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അന്ന് ചിലപ്പം ഇതുപോലെ നിന്നിരുന്നെങ്കിൽ എനിക്ക് വളരാൻ കഴിയത്തില്ലായിരുന്നല്ലോ. വളരാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. എന്താണ് എൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. ഒരു വാക്യത്തിലേക്ക് പോയിട്ട് ഞാൻ മടങ്ങി വരാം. അപ്പം നമ്മൾ ഇന്നലെ കേട്ട എബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത് വാക്യത്തിന്റെ അകത്തേക്ക് ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഈ വാക്യം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിമിഷം ഞാനത് പ്രൊജക്റ്റ് ചെയ്യാം. ഒരു സെക്കൻഡ്. ആ വാക്യം ഓക്കെ, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത് ആ വാക്യം നിങ്ങൾ നോക്കി. ഒരിക്കലായി കഴിച്ച യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ എന്നേക്കുമായി ശുദ്ധീകരണം വന്നിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒരിക്കലായി കഴിച്ച ശരീരയാഗത്തെ പറ്റി പറയുന്നു. നോക്കി. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. നോക്കി. അപ്പൊ ഇതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ, അതുകൊണ്ട് സഹോദരന്മാർ, യേശുക്രിസ്തു തന്റെ ദേഹം എന്ന തിരശീലയിലൂടെ, ഇന്നലെ വാക്ക് നമ്മൾ കേട്ടല്ലോ, യേശുക്രിസ്തു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കി, ഇതൊരു യഹൂദൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ ആദ്യം ഇന്നലെ പറഞ്ഞിരുന്നു. ഒരു തിരശീല, അതായത് അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന കൃപാസനത്തെ മറച്ചു വെച്ചിരിക്കുന്ന ഒരു തിരശീലയുണ്ട്. ആ തിരശീല നമ്മളോട് പറയുന്നു നിങ്ങൾക്കൊരിക്കലും ദൈവത്തോട് അടുക്കാൻ പറ്റത്തില്ല. അതിന് ഒരു മറയിട്ടു. മഹാപുരോഹിതന് മാത്രം വർഷത്തിൽ ഒരിക്കൽ കയറി വരാൻ കഴിയുന്ന ഒരു തിരശീല. ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ.
അപ്പൊ ഇന്നലെ നമ്മൾ കേട്ടു ആ തിരശ്ശീലയ്ക്ക് അപ്പുറം നിൽക്കുന്ന ഒരു കൃപാസനമുണ്ട്. അതിലേക്ക് ബൈബിൾ പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ ശരീരം നോക്കി, നിങ്ങൾ നോക്കി. അതുകൊണ്ട് വചനം പറയുന്നു ഇനി പാപമോചനത്തിന് വേണ്ടി ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അവിടെ പോയി ദൈവസന്നിധിയിൽ ഇനി എന്റെ കുറവും ബലഹീനതയും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു യാഗമില്ല അവിടെ. ബൈബിൾ പറയുന്നു യേശുക്രിസ്തു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. അപ്പം കർത്താവിന്റെ ശരീരം അവിടെ തകർക്കപ്പെട്ടപ്പോൾ ദൈവത്തിലേക്ക് നമ്മൾ അടുത്തു വന്നിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇപ്പൊ നിങ്ങൾ അന്യനല്ല ദൈവത്തിന്റെ. ഇപ്പൊ നിങ്ങൾ ഒരു വിഷയം പ്രാർത്ഥിക്കുവാണ്. ഒരു പ്രശ്നത്തിന്റെ നടുവിലിരുന്നുകൊണ്ട് നിങ്ങൾ ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒത്തിരി ഉപദേശങ്ങൾ നിങ്ങളുടെ തലയ്ക്കകത്ത് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന കർത്താവെ ദൈവഹിതമല്ലാത്ത എല്ലാ ഉപദേശം ഞാൻ ഈ ഒത്തിരി ദൈവദാസന്മാരുടെ അടുക്കലേക്ക് പോയി ഇരിക്കുന്ന വിശ്വാസികളോട് സംസാരിക്കാൻ പലപ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവരുടെ അകത്ത് പല കാഴ്ചപ്പാട് കിടക്കുന്നുണ്ട്. എനിക്ക് ഈ പുതുതായിട്ട് യേശുവിലേക്ക് വരുന്നവരെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവരുടെ മനസ്സും ചിന്തയൊക്കെ വളരെ ഫ്രഷ് ആയിരിക്കും. ഇവരെ കർത്താവിൽ പഠിപ്പിക്കുവാനും കർത്താവിന്റെ വചനം പറഞ്ഞു കൊടുക്കുവാനും വളരെ ഈസിയാണ്. പക്ഷെ ഒത്തിരി കറങ്ങി ഒത്തിരി വചനം കേട്ട് ഒത്തിരി വചനം എന്ന് പറഞ്ഞ ഒത്തിരി കാഴ്ചപ്പാടുകൾ തലയ്ക്കകത്തിരിക്കുന്ന ആൾക്കാർ ഉള്ളത്തിൽ നിന്ന് ഇത് പറഞ്ഞു പോകുക എന്നുള്ളത് ഭയങ്കര അസാധ്യമായ കാര്യമാണ്. നിങ്ങൾ പഠിച്ചു വന്നേക്കുന്ന ഒരു പാറ്റേൺ ഒക്കെ ഉണ്ട്. ഒത്തിരി നമ്മൾ വിശ്വാസ ജീവിതത്തിൽ പറഞ്ഞും കേട്ടും അറിഞ്ഞും ഒക്കെ വന്നിരിക്കുന്ന ഒത്തിരി കാഴ്ചപ്പാടുകളുണ്ട്. അപ്പൊ ആ കാഴ്ചപ്പാടിലെല്ലാം വ്യത്യസ്തമാണ് ബൈബിൾ. ഇവിടെ നിങ്ങൾക്ക് ഒരു വാക്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ വരാം. ഈ എല്ലാ കാര്യവും പറയുമ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ട് ബ്രദർ പലതും സംസാരിക്കുന്ന ചിന്തിക്കരുത്. കാര്യം ഇതിൻ്റെ അകത്തെല്ലാം ഉൾപ്പെടും പല കാഴ്ചപ്പാടുകൾ. നോക്കി, ഇവിടെ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് പരിചിതമാണ്, നമുക്ക് അറിയാവുന്ന ഒരാളാണ് ഹന്ന എന്ന് പറയുന്നത്. ഹന്നയോ ഇവിടെ നിങ്ങൾ വാക്യം നോക്കി, ഹന്നയോ അവൻ ഹന്നയെ സ്നേഹിച്ചുകൊണ്ട് ഇരട്ടി ഓഹരി കൊടുത്തു. യഹോവ അവളുടെ ഗർഭം അടച്ചിരിക്കുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം മുഷിഞ്ഞു. അവൾ യഹോവയുടെ ആലയത്തിൽ പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവളെ മുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ കരഞ്ഞു, പട്ടിണി കിടന്നു. അവളുടെ ഭർത്താവായ എൽക്കാനോട്, ഹന്നെ, നീ എന്തിന് കരയുന്നു, എന്തിന് പട്ടിണി കിടക്കുന്നു, നീ വ്യസനിക്കുന്നത് എന്ത്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലോ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അങ്ങനെ അവർ ഗീലോയിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിൽ വാതുക്കൽ ആസനത്തിലായിരുന്നു. അവൻ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവൾ നേർച്ച നേർന്നു. യഹോവയുടെ സന്നിധിയിൽ യഹോവ അടിയനോട് സങ്കടം തോന്നി, അടിയനെ ഓർക്കണമേ, അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയിൽ ശൗര്യം തൊടുകയില്ല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ നമുക്കത് ഇതെല്ലാം നിങ്ങൾ വായിച്ച് ഒത്തിരി പഴകിയ വചനങ്ങളായിരിക്കും അല്ലെ. ഹന്നയുടെ നിലവിളി നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒരു വാക്ക് നിങ്ങൾ നോക്കി, യഹോവ അവളുടെ ഗർഭത്തെ അടച്ചു. അപ്പൊ നിങ്ങൾ ഇത് വാക്യം വായിക്കും ആർക്കെങ്കിലും ഒരു സങ്കടം തോന്നിയോ? യഹോവ അവളുടെ ഗർഭത്തെ അടച്ചു. നല്ലൊരു സഹോദരി, എപ്പോഴും പ്രാർത്ഥനയും ആരാധനയും, തന്റെ പ്രതിയോഗിയായ അവിടെ ഒരു സ്ത്രീ പലപ്പോഴും അവളെ ദുഷിക്കുമ്പോഴും ഒരു ചീത്തവാക്ക് പോലും പറയാത്ത, ഒരു പ്രാക്കുന്ന വാക്ക് പോലും പറയാത്ത, തിരിഞ്ഞു നിന്ന് മുഷിഞ്ഞൊരു വാക്ക് പോലും പറയാത്ത നല്ല ഒരു മാന്യമായ ഒരു സഹോദരി. പക്ഷെ യഹോവ അവളുടെ ഉദരത്തെ അടച്ചു. ആർക്കെങ്കിലും സങ്കടം തോന്നി ഈ വാക്ക് കേട്ടപ്പം? ദൈവം ആ ഒരു വാക്ക് കേട്ടപ്പോൾ യഹോവ അവളുടെ ഗർഭത്തെ അടച്ചു എന്ന് പറഞ്ഞപ്പം സങ്കടം തോന്നി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമുക്കറിയെങ്കിൽ നമുക്കിത് വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ വരാം. എന്തിനാ കർത്താവ്, പാവം ആ സഹോദരിയുടെ ഉദരത്തെ, അല്ലെങ്കിൽ ആ തലമുറയ്ക്ക് സിമ്പിൾ അല്ല, ദൈവത്തിന്റെ കൊച്ചിനെ കൊടുക്കാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് കർത്താവ് ദൈവം ആ മകളുടെ ഉദരത്തെ അടച്ചത്? ഞാൻ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ദൈവാത്മാവ് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. അവിടെ തന്നെ അടച്ചു എന്നുള്ള വാക്ക് തന്നെയാണ് ഷട്ടർ ഹെയർ വൂം എന്ന് തന്നെ കൊടുത്തേക്കുന്നത്. ദൈവം അവളുടെ ഉദരത്തെ അടച്ചു എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ദൈവം ആ കല്യാണം കഴിഞ്ഞ സമയത്ത് എൽക്കാനയിലൂടെ അവക്കൊരു മകളെ കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് അത് കൊടുക്കാത്തത് നിങ്ങൾക്ക് അറിയാവോ? ഈ ദൈവം എപ്പോഴും നോക്കണം, ദൈവം ഇന്നലകളിൽ ജീവിക്കുന്ന ദൈവമല്ല. ദൈവമെല്ലാം മാസ്റ്റർ പ്ലാൻ ചെയ്യുന്ന ദൈവമാണ്.
നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, നിങ്ങൾ യേശുവിലേക്ക് വന്ന് ഇന്ന് ഈ രാത്രി ഇരുന്നുകൊണ്ട് ഇന്ത്യൻ സമയം 9 മണിക്കും USA സമയം പാതിരാത്രിയിൽ ഇരുന്നുകൊണ്ടും ജോലിക്കിടക്ക് ഇരുന്നുകൊണ്ട് ഓസ്ട്രേലിയയിൽ ആൾക്കാർ ഉറങ്ങാണ്ട സമയത്ത് 2 മണിക്കും 1 മണിക്കും ഒക്കെ അലാം വെച്ചെണീറ്റിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന കാണുന്നു. മിഡിൽ ഈസ്റ്റിലുള്ളവർ അതേപോലെ തന്നെ മണിക്കൂറുകൾ മാറ്റി വെച്ച് UK ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് നിങ്ങൾ ഇതിന്റെ അകത്ത് കയറുന്നു? ഇതെല്ലാം ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാനാണ്. ഞാൻ പറയാം, യഹോവ എന്തുകൊണ്ടാണ് അവളുടെ ഉദരത്തെ, അതായത് തലമുറ ഉറപ്പായിട്ടും ഹന്നയ്ക്ക് കുഞ്ഞുണ്ടാകും, ഉറപ്പായിട്ടും എൽക്കാന എന്ന് പറയുന്ന ഭർത്താവിലൂടെ അവർ ഒന്നിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ ഹന്നയ്ക്ക് കുഞ്ഞുണ്ടാവും. പക്ഷെ ദൈവം അവളുടെ ഉദരത്തെ അടച്ചു. ഞാൻ എപ്പോഴും പറയാറില്ല, IVF ആയിക്കോട്ടെ, മെഡിക്കൽ എത്ര വളർന്നെന്നായിക്കോട്ടെ, ദൈവം തുറക്കാതെ ഒരു തലമുറയും കിട്ടത്തില്ല. ദൈവം തുറക്കാതെ ആർക്കും കുഞ്ഞുണ്ടാകത്തില്ല. ശാസ്ത്രം എത്ര വളർന്നാലും ദൈവം തുറക്കണം. ജീവന്റെ ഉറവിടം ദൈവമാണ്. അപ്പൊ ദൈവം എന്തുകൊണ്ടാണ് അത് അടച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ഇപ്പൊ കല്യാണം കഴിച്ച ഉടനെ ഹന്നയിലൂടെ അല്ലെങ്കിൽ എൽക്കാനയിലൂടെ ഹന്നയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോണം, ഈ വരുന്ന ആള് ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകനാ. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവിനെയും രണ്ടാമത്തെ രാജാവിനെയും അഭിഷേകം ചെയ്യേണ്ട ആളാണ് ഈ പ്രവാചകനായ ശമൂവേൽ. അപ്പൊ ആര് ജനിക്കണം? ദാവീദിന്റെ അഭിഷേകം ചെയ്യണമെങ്കിൽ ദാവീദ്, ഇവര് തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സമയം, ഒരു പ്രായമുണ്ട്. ശൗൽ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവാകേണ്ട ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കറക്റ്റായിട്ട് വരണം. അവത്തിൽ ഏതെങ്കിലും ഒരു ജനനം തെറ്റായി സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ സമയവും മാറിപ്പോവും. നിങ്ങൾക്ക് മനസ്സിലായോ? ശമൂവേൽ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ആദ്യ രാജാവ് തന്റെ പിതാവിന്റെ കാണാതെ പോയ കഴുതേനെ തപ്പി ഇറങ്ങണം. അപ്പൊ അതിനൊരു മെച്യൂരിറ്റി ഉള്ള വേണം. നമുക്കറിയാം, കുഞ്ഞുങ്ങളെ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യത്തില്ല, രാത്രിയിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുവോ? ഒരു സുപ്രഭാതത്തിൽ നിങ്ങളിപ്പോ നിങ്ങളുടെ വീട്ടിൽ ഒരു 10 വയസ്സുള്ള 7 വയസ്സുള്ള കൊച്ചുണ്ട്, എറണാകുളം വരെ നിങ്ങൾ വണ്ടിക്കൂലി കൊടുത്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിനെ വിടുവോ? ഇല്ല. അവന് പ്രായപൂർത്തിയാകണം. അവനെ വീട് വിട്ട് പുറത്തേക്ക് അയക്കണമെങ്കിൽ അതിനൊരു പ്രായമുണ്ട്. നമുക്ക് വേണേൽ റേഷൻ കടയിൽ വിടാൻ പറ്റും, വീടിന്റെ അടുത്തുള്ളതല്ലേ. പക്ഷെ അവനെ നിങ്ങൾ ഒരു ദൂരത്തേക്ക് അയക്കണമെങ്കിൽ അവന് മെച്യൂരിറ്റി വേണം. അപ്പൊ ഈ ശൗൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ്, തന്റെ കാണാതെ പോയ അപ്പന്റെ കഴുതയെ തപ്പി ഇറങ്ങണമെങ്കിൽ അവനൊരു മെച്യൂരിറ്റി വരണം, ആ പ്രായത്തിലെത്തണം. അപ്പൊ ശമൂവേൽ നേരത്തെ ജനിച്ചാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ദൈവം വെച്ചിട്ടുള്ള പല പ്ലാനുകൾക്കും വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം ദുഷ്ടനായതുകൊണ്ടല്ല, ദൈവം അത് എന്ത് ചെയ്തു? ദൈവം ഹോൾഡ് ചെയ്തു വെച്ചു, അടച്ചു വെച്ചു. എന്തുകൊണ്ട്? ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഓരോ അനുഗ്രഹത്തിന്റെ അകത്തും ഓരോ കാര്യങ്ങളെ ദൈവം മറ്റു കാര്യങ്ങളെ ഒരുക്കിക്കൊണ്ടുവരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെയും ഒത്തുചേർത്താ ദൈവം അനുഗ്രഹിക്കുക, അല്ല ദൈവം ചുമ്മാ അനുഗ്രഹിക്കുമല്ല. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവം എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഉദാഹരണം പറയാം, യോസേഫിനെ പൊട്ടക്കിണറ്റിലേക്ക് ഇടുന്ന സമയത്ത്, അവനെ ആ ഇടുന്ന സമയത്ത് സഹോദരന്മാര് പെട്ടെന്ന് നോക്കിയപ്പോഴേക്കും വരുന്നു ആര്? പൊത്തീഫർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അപ്പൊ ആ മനുഷ്യൻ അവിടുന്ന് ചായ കുടിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കച്ചവടമൊക്കെ കഴിഞ്ഞ് നടന്നു വരുന്ന ആ ഒരു ടൈമിങ്ങിൽ വേണം തന്റെ സഹോദരന്മാർ എന്ത് ചെയ്യുവാൻ? യോസേഫിനെ പൊട്ടക്കിണറ്റിലേക്ക് ഇടാൻ. അതിനു മുമ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം അതിന് ശേഷമാണ് ഇടുന്നതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പൊത്തീഫറിനെ കണ്ടു കിട്ടാൻ പറ്റത്തില്ല. പൊത്തീഫറിന്റെ വീട്ടിൽ ചെന്നെങ്കിൽ മാത്രമേ അവിടുന്ന് അവന് കാരാഗൃഹത്തിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. കാരാഗൃഹത്തിൽ ചെന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ആ പാനപാത്രക്കാരന് വേണ്ടി പ്രവചിക്കുവാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം ദൈവം കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഹന്ന കരയാഞ്ഞിട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞ് അതിന്റെ പേർക്ക് വചനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ടും ചില കാര്യം പെട്ടെന്ന് നടക്കും. അതിന്റെ അർത്ഥം അതാ അതിന്റെ സമയം. ചില കാര്യം പ്രാർത്ഥിച്ചിട്ടും പെട്ടെന്ന് നടക്കുന്നില്ല, ഞാൻ അതിനുവേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കണം. വേണ്ട, ദൈവം ചിലത് എന്തോ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആ അത്ഭുതം നടക്കുന്നതിന് മുമ്പ് ഏതൊക്കെയോ സാഹചര്യങ്ങളെ ദൈവം അനുകൂലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഹന്നയുടെ ഉദരത്തെ ദൈവം അടച്ചു. അതിന്റെ കാര്യം, ഇപ്പോൾ അവൻ ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? പല ജനനങ്ങൾ നടക്കാനുണ്ട് കൂട്ടത്തിൽ. ദാവീദ് വരണം, നോക്കിക്കേ, ശൗല് വരണം, ഇസ്രായേലിൽ പല കാര്യങ്ങൾ നടക്കണം, യുദ്ധങ്ങൾ നടക്കണം, പല കാര്യങ്ങൾ ക്രമീകരിക്കണം. ഇതെല്ലാം താളം തെറ്റിപ്പോവും. ദൈവം എപ്പോഴും ഭാവിയിൽ ഇരിക്കുന്ന ദൈവമാണ്.
എന്നാ പറഞ്ഞില്ലേ, ദൈവത്തിന് നിങ്ങളുടെ ഫ്യൂച്ചർ. അതുകൊണ്ടാണ് പ്രവചന വരം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരൊക്കെയോ സാക്ഷ്യം പറഞ്ഞായിരുന്നല്ലോ, അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ആ കാര്യത്തെ കർത്താവ് ചെയ്തു. ഒരു സഹോദരി പറഞ്ഞില്ലേ, ഒരു ഏതൊക്കെ ഒത്തിരി, നമ്മളെപ്പോഴും ഡെയിലി, ഞാൻ എപ്പോഴും പല കാര്യങ്ങളും ഓർത്ത് വെക്കേണ്ടതാണ്. ഒത്തിരി സാക്ഷ്യങ്ങൾ പറഞ്ഞില്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലേ, എറണാകുളം പ്രാർത്ഥനയ്ക്ക് വന്ന സമയത്ത് ഒരു സഹോദരി പറഞ്ഞായിരുന്നല്ലോ, എന്തോ ഒരു സാക്ഷ്യം, ഞാൻ അത് ഓർക്കുന്നില്ല. എറണാകുളത്ത് വന്നപ്പോഴാണ് ആ സാക്ഷ്യം പറഞ്ഞത്. ഇന്നയാളുടെ പേര് പറഞ്ഞിട്ട് ആ മോൻ, ഓക്കെ, നിതിൻ എന്ന് പറയുന്ന ഒരു മോനെ കർത്താവ് കാണിക്കുന്നു. അവൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നതായിട്ടൊരു കാഴ്ച കാണിക്കുന്നു. ആ എറണാകുളം പ്രാർത്ഥനയെ വെച്ച് ആ സഹോദരി ആദ്യമായിട്ട്, നിതിനെ അറിയത്തില്ല, ഈ സഹോദരിനെ അറിയത്തില്ല. എത്ര പേരാ സാക്ഷി ഓർക്കുന്നുണ്ടായിരുന്നു? ഞാൻ മാത്രം. അപ്പൊ ആ എറണാകുളം പ്രാർത്ഥന കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഈ മകൻ വീട്ടിലേക്ക് വരുന്നു, നിതിൻ വീട്ടിലേക്ക് വരുന്നതെന്നായിരുന്നു ദൈവത്തിന്റെ ആലോചന. അപ്പൊ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ നമ്മുടെ വർത്തമാനകാലത്തിൽ ഇരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ, ഒരു ബ്രദർ അവിടെ ഇരുന്നുകൊണ്ട് പ്രവചിച്ചു അല്ലെ. എറണാകുളം മീറ്റിംഗ് വെച്ച് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ആ കുടുംബത്തെ നോക്കിയിട്ട്. അപ്പൊ എങ്ങനെ മനസ്സിലായി ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം? 3-4 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യം എങ്ങനെ മനസ്സിലായി? ദൈവം ഫ്യൂച്ചറിൽ ഇരിക്കുന്ന ദൈവമാണ്. ദൈവം ഭാവി കാലത്തെ കാണുന്ന ദൈവമാണ്. ആമേൻ. ഇവിടെ ഹന്നയുടെ ഉദരത്തെ ദൈവം അടച്ചു. നോക്കിക്കേ, വലിയ സങ്കടമായിപ്പോയി. തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി. നിങ്ങൾ ആ വാക്യം കണ്ടു നോക്കി. അപ്പൊ നമുക്ക് തോന്നും, ദൈവമേ എന്താ കർത്താവെ അങ്ങനെ ചെയ്തത്? ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇനി താഴേക്ക് അടുത്ത വാക്യത്തിലേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ? താഴേക്ക് വരുമ്പോൾ പിന്നെയും ഡൗട്ടുകൾ വരുമ്പോൾ ചോദിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായല്ലോ? മനസ്സിലായി. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്റെ അകത്തും സാഹചര്യങ്ങളെ ഒരുക്കുന്ന ഒരു പ്രവൃത്തി ദൈവത്തിനുണ്ട്. സാഹചര്യങ്ങളെ ഒരുക്കുന്ന ഒരു കാര്യം ദൈവത്തിനുണ്ട്. നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവൻ യഹോവയുടെ ആലയത്തിലേക്ക് കടന്നു പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ ഇങ്ങനെ നിന്ദിക്കാൻ ഒരാളെങ്ങനെ വന്നിരിക്കും. അപ്പം പ്രതിയോഗിയായ ഒരു പുള്ളിക്കാരിയോട് എപ്പോഴും പറയും, നിനക്ക് എന്തുകൊണ്ട് ഇത്രയും കിടന്ന് തലകുത്തി മറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും ഹന്നേ നിനക്ക് എന്തുകൊണ്ടാണ് കൊച്ചിനെ കിട്ടാത്തതെന്ന് ചോദിച്ച് 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 കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരാൾ അവിടെയുണ്ട്. നോക്കിക്കേ, യഹോവ അവളുടെ ഗർഭം അടച്ചു, അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പാൻ തക്കവണ്ണം അവളെ മുഷിപ്പിച്ചു കൊണ്ടിരുന്നു. നോക്കിക്കേ, അപ്പൊ പിശാച് അവന്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കും. എന്നാ കൊച്ചിനെ കിട്ടാത്തത്, എന്നാ ദൈവം നിനക്ക് അനുഗ്രഹം തരാത്ത. പക്ഷെ ഹന്നയ്ക്ക് മനസ്സിലായില്ല, യഹോവയാണ് ഇത് അടച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ബൈബിൾ വായിച്ചെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ഈ ബൈബിൾ വചനം കണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായി. അയ്യോ, ഹന്നെ സഹോദരി പേടിക്കൊന്നും വേണ്ട കേട്ടോ, തമ്പുരാനെ ശമൂവേലിന് വേണ്ടി ഒരുക്കിയേക്കുന്നു. പക്ഷെ ആ സമയത്ത് ശമൂവേലിനെ കണ്ടിട്ടില്ല ആരും. ഇപ്പൊ നിങ്ങൾക്ക് ബൈബിൾ വായിക്കുമ്പോൾ എന്നെ ഈസി അല്ലേ? അന്ന് ഇത്രയും കരയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നത്? ആരാ വരാൻ പോയിരുന്നത്? എന്നെ ആളാ ശമൂവേൽ പ്രവാചകൻ. ദാവീദ് രാജാവിനെ അഭിഷേകം ചെയ്തു, ശൗലിനെ അഭിഷേകം ചെയ്തു, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്ത, വലിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത നമ്മുടെ ശമൂവേലിന്റെ അമ്മയല്ലേ. അങ്ങനെ ധൈര്യപ്പെടുത്താൻ അവിടെ ആരുമില്ല. കാരണം അവിടെ ആർക്കും ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം മനസ്സിലായില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാവോ? ഹന്നയ്ക്ക് സങ്കടം വന്നു. ഹന്നയോർത്തു, ജീവിതകാലം മുഴുവൻ ഞാൻ കൊച്ചില്ലാത്തവളായി ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പ്രതിയോഗിയുടെ അകത്ത് പിശാച് കയറി ഇരുന്നിട്ട് തോണ്ടിക്കൊണ്ടിരിക്കുക. അതെന്നാ നിന്റെ പ്രാർത്ഥന ദൈവം ഇത് കേൾക്കും. നമുക്ക് പിന്നെ സങ്കടം. ഉടനെ ബ്രദറിനെ വിളിക്കും, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും ബ്രദറെ. എനിക്ക് ഒരു സമാധാനമില്ല. നിങ്ങൾ മനസ്സിലാക്കണേ, ബ്രദറിന് പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടോ ദേഷ്യം ഉള്ളത് കൊണ്ടോ നിങ്ങളോട് ഇപ്പൊ ഞാൻ കടിച്ചു കയറാൻ നിൽക്കുന്ന ആളൊന്നും അല്ല ഞാൻ. മനസ്സിലാക്കണം, ദൈവം നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണമേ. ഈ റിയാലിറ്റി നിങ്ങൾ തിരിച്ചറിയണം. ദൈവം കാര്യങ്ങളെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളെയും കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും. അതുകൊണ്ട് അവൾ കരഞ്ഞു, പട്ടിണി കിടന്നു. കണ്ടോ, സത്യം അറിയാതെ സഹോദരി പട്ടിണി കിടക്കുക. നോക്കിക്കേ, പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അവള് പട്ടിണി കിടന്നു. അവളാണ് അവസാനം ഭർത്താവ് എൽക്കാനെ പറയുക, ഹന്നെ നീ എന്തിന് കരയുന്നു, നീ എന്തിന് പട്ടിണി കിടക്കുന്നു? ആ മനുഷ്യന് മനസ്സിലായില്ല. അദ്ദേഹം പറയുക, നമ്മൾ ഹോസ്പിറ്റലിൽ പോയില്ലേ, നമ്മൾ IVF ചെയ്തില്ലേ, നമ്മൾ ഇന്ന ഡോക്ടറെ കണ്ടില്ലേ, നമ്മൾ MRI ചെയ്തില്ലേ, CT സ്കാൻ ചെയ്തില്ലേ, എന്നാ ചെയ്യാനാ, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എൽക്കാനെ എന്ത് ചെയ്യുവാണ്? ഭർത്താവ് സമാധാനിപ്പിക്കുകയാണ്. നീ വ്യസനിക്കുന്നത് എന്ത്?
ഞാൻ നിനക്ക് അദ്ദേഹം ആശ്വസിപ്പിക്കുകയാണ്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലോ എന്നൊക്കെ പറയുക. അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത് ഹന്ന എഴുന്നേറ്റ് പോയി. ഹന്ന നേരെ പോയത് എങ്ങോട്ടാണെന്നറിയാവോ? പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു കരയുക. പിന്നെ ഹന്ന കരയുക. ഹന്ന കരഞ്ഞുകൊണ്ട് പറയുക, അവൾ അവർക്കൊരു നേർച്ച. അപ്പൊ ഹന്ന ഒരു നേർച്ച നേരുവാണ്, കർത്താവ് എനിക്കൊരു മകനെ തന്നാൽ. ആ കാലഘട്ടത്തിൽ മകനെ എന്തെന്ന് പറഞ്ഞാൽ മകനെ പറഞ്ഞ എന്താ പറഞ്ഞ കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല പറയുന്നത്, പെൺകുട്ടികളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല പറയുന്നത്, അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കുക ആ കാലഘട്ടത്തിൽ. ഇന്ന് നമുക്ക് ആർക്ക് ശുശ്രൂഷ ചെയ്യാം, ആണെന്നോ പെട്ടെന്ന് വ്യത്യാസമില്ല പുതിയ നിയമത്തിൽ. അവിടെ പറയുകയാണ്, എനിക്കൊരു മകനെ തന്നാൽ ഞാൻ അവന്റെ മന്ദിരത്തിൽ കൊടുക്കുക. അപ്പൊ നമ്മൾ ചിന്തിക്കും, നേർച്ച നേർന്നത് കൊണ്ടായിരിക്കും ദൈവം ഹന്നയ്ക്ക് കൊച്ചിനെ കൊടുത്തത്. അല്ല, അവളുടെ വിഷമത്തിന്റെ അകത്തു നിന്നൊക്കെ ഇതൊക്കെ ദൈവത്തിന്റെ പ്ലാനാണ്. ഈ സഹോദരി പറയുകയാണ്, ഞാൻ ഒരു കുഞ്ഞിനെ തരാന്നൊക്കെ പറയുകയാണ്. നിങ്ങൾ നോക്കിയേ, അപ്പോൾ എന്നിട്ട് പറയുന്നു, അവൾ മനോവശനത്തോടെ പ്രാർത്ഥിച്ചു. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ. അവരൊരു നേർച്ച നേർന്നു. ഇങ്ങനെ യഹോവയുടെ സന്നിധിയിൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതിനാൽ അവളുടെ അധരം അനങ്ങുന്നില്ല, ശബ്ദം കേൾക്കുന്നില്ല. ആകയാൽ അവൾ ലഹരി പിടിച്ചിരിക്കുന്നു. ഏലിക്ക് തോന്നി, ഏലി അവളോട്, നീ ഇത്രത്തോളം ലഹരി പിടിച്ചിരിക്കുന്നത് എന്തിന്? അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനെ, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ, വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകർന്നുകൊണ്ടിരിക്കുന്നു. അടിയനൊരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിലും വ്യസനത്തിലും ആധിക്യം കൊണ്ട് അത് സംസാരിച്ചിരിക്കുന്നു പറഞ്ഞു. അതിന് ഏലി, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ നിനക്ക് നൽകുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. അടിയൻ തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയില്ല. അനന്തരം അവൾ അതികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം റാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എൽക്കാന തന്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. യഹോവ അവളെ ഓർത്തു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയിൽ അപേക്ഷിച്ച് വാങ്ങിയതെന്ന് പറഞ്ഞതുകൊണ്ട് ശമുവൽ എന്നവന് പേരിട്ടു. കണ്ടോ? ഇവരെല്ലാം നിങ്ങൾ നോക്കിക്കേ. അപ്പൊ ഇത്രയും നാളും ഹന്ന ദൈവസന്നിധിയിൽ കരഞ്ഞു. ഇത്രയും നാളും ഹന്ന ദൈവസന്നിധിയിൽ കരഞ്ഞതിന്റെ കാരണം ഹന്നയ്ക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതിനെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ്. ഇപ്പൊ ഹന്ന ഇരിക്കുന്ന സമയത്ത് കണ്ണടയ്ക്കുമ്പോൾ ഹന്ന ശമുവൽ പ്രവാചകനെ കണ്ടെന്നിരിക്കട്ടെ, അതായത് ദൈവം കാണിച്ചു കൊടുക്കുക. ശമുവൽ ഓടുന്നു, ചാടുന്നു, ദാവീദിനെ അഭിഷേകം ചെയ്യുന്നു. ഇതെല്ലാം ഹന്നയ്ക്ക് കാണാൻ പറ്റിയിരുന്നുവെങ്കിൽ ഹന്നയ്ക്ക് സങ്കടം വരുമായിരുന്നോ? ഇല്ല. 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 ഇത് തന്നെയാണ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കും സങ്കടം വരുന്നത്. ഇത് തന്നെയാണ് വചനം പറയുമ്പം നിങ്ങൾക്ക് സങ്കടം വരുന്നതിന്റെ കാരണം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതിനെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ ഒരേ പ്രാർത്ഥനാ വിഷയം പിന്നെയും അയക്കേണ്ട. കാരണം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്രയും വചനം പറഞ്ഞിട്ടും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും അത് നടക്കുന്നില്ല എങ്കിൽ നടക്കത്തില്ല എന്നല്ല അതിന്റെ അർത്ഥം. ദൈവം അതിനുവേണ്ടി ചില കാര്യങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ സങ്കടം. ഹന്ന എന്തുകൊണ്ടാ കരയുന്നത്? ഹന്നയ്ക്ക് ശമൂവേലിനെ പോയിട്ട് ഒന്നിനെയും കാണാൻ പറ്റുന്നത്. ഹന്ന സ്വയം പറയുക, എനിക്കൊരു മകനെ തന്നാൽ. അപ്പൊ ഹന്നയ്ക്ക് ഉറപ്പുണ്ടോ? നോക്കി, നിങ്ങൾ ആ വാക്യത്തിലേക്ക് ഒന്ന് വാക്യം പറയാം. മകനെ പറയുവാണ്, അദ്ദേഹം പറയുന്നൊരു വാക്ക് നോക്കി, ഒരു നേർച്ച നേരുവാണ്. ഞാൻ അവൾ ഒരു നേർച്ച നേരുന്നു. സൈന്യങ്ങളുടെ യഹോവയാണ്, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ. നോക്കിക്കേ, ചെയ്താൽ. എന്റെ കൂടെ പറഞ്ഞാട്ടെ. അപ്പൊ ഹന്നയ്ക്ക് ഉറപ്പില്ലായിരുന്നു പറ. ഹന്നയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് ഹന്ന പറഞ്ഞു, എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ. ആ വാക്ക് നോക്കിയേ. പെൺകുട്ടിയെ തന്നിട്ട് കാര്യമില്ല. കാര്യം പെൺകുട്ടിയെ തന്നു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ യെരുശലേമിൽ പെൺകുട്ടികൾക്ക് ശുശ്രൂഷിക്കാൻ പറ്റത്തില്ലായിരുന്നു അന്ന്.
അതുകൊണ്ട് ഹന്നയുടെ ഒരു ആഗ്രഹം, എനിക്കൊരു കൊച്ചിനെ തന്നാൽ അവനെ ഞാൻ ഡോക്ടർ ആക്കാനും വിടത്തില്ല, തെറ്റല്ല കേട്ടോ, എഞ്ചിനീയർ ആക്കാനും വിടത്തില്ല, അവനെ വേറെ എങ്ങും വിടത്തില്ല, അവനെ കർത്താവിന്റെ വേലയിൽ മന്ദിരത്തിൽ തരും. പക്ഷെ ആ കാലത്ത് പെൺകുട്ടിയെ കിട്ടിയിട്ട് കാര്യമില്ല, പെൺകുട്ടി കുറവാഞ്ഞല്ല. അപ്പൊ ഹന്നയുടെ പ്രാർത്ഥന നോക്കിയേ, കർത്താവെ എനിക്ക് ഒരു മകനെ തന്നാൽ. അപ്പൊ ഹന്നയ്ക്ക് ശമൂവേലിനെ കാണാൻ പറ്റുന്നില്ല. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ശമൂവേലിനെ കാണാൻ പറ്റാത്തത് കൊണ്ട് ഹന്നെ സങ്കടത്താൽ പറഞ്ഞു, കർത്താവെ എനിക്കൊരു സന്താനത്തെ തന്നാൽ. ഇത് തന്നെയാണ് നമ്മുടെയും പ്രശ്നം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ബ്രദർ പറയുന്നുണ്ട് 24 ദൈവം ഒരുക്കും, ദൈവം ഒരുക്കും, ദൈവം ഒരുക്കും, അതറിയാം ബ്രദറെ, പക്ഷെ എന്നാലും എനിക്ക് പറ്റുന്നില്ല ബ്രദറെ. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? ദൈവം ഒരുക്കാൻ പോകുന്നതിന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി കൊച്ചൊക്കെ ഉണ്ടായി, ശമൂല് വലുതായി, ദാവീദിനെയൊക്കെ അഭിഷേകം ചെയ്ത് ഭയങ്കര അനുഗ്രഹമായിട്ട് ഇസ്രായേലിന്റെ പ്രവാചകനായിട്ട് ഇങ്ങനെ ശമൂൽ ഇങ്ങനെ നടന്നിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ഹന്നയുടെ വീട്ടിലേക്ക് മടങ്ങി വന്നിരിക്കട്ടെ. ഉടനെ ശമൂലേക്ക്, അമ്മച്ചി അന്ന് കരഞ്ഞതൊക്കെ വെറുതെ ആയില്ലേ എന്ന് ചോദിച്ചാൽ അമ്മച്ചി പറയും, എന്റെ പൊന്നുമോനെ, അന്നത്തെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇന്ന് നീ മിടുക്കനായിട്ട് പ്രവാചകനായിട്ട് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നിട്ട് എന്റെ മുമ്പിൽ നിൽക്കുമ്പം അന്ന് നിന്നെ കണ്ടിരുന്നെങ്കിൽ ഞാൻ കരയുമായിരുന്നു എന്ന് പറ. അന്ന് ഞാൻ ഈ ഇരിക്കുന്ന നിന്നെ അന്ന് കണ്ടിരുന്നെങ്കിൽ കരയുമായിരുന്നോ? പറഞ്ഞേ. ഇല്ല, കരയില്ല. ഇതാണ് പ്രവാചക അഭിഷേകത്തിന്റെ പ്രാധാന്യം. ഇതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾ കൃപാവരങ്ങളെ പറ്റി വാഞ്ചിക്കണം. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കാണാനുള്ള അഭിഷേകമാണ് പ്രവാചക അഭിഷേകം. ഹല്ലേലൂയ. അപ്പൊ ഇത് നിങ്ങളുടെ അകത്ത് ജ്വലിപ്പിക്കണം. അതിനാണ് അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കാതെ നോക്കി. അപ്പൊ നമുക്ക് പലപ്പോഴും നമ്മുടെ ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നോ അത് അറിയാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും സങ്കടം വരുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെട്ടത് കൊണ്ട് എന്താ കുഴപ്പം? ഹന്ന പട്ടിണി കിടന്ന് എന്ത് സംഭവിച്ചു? ഹന്നയ്ക്ക് വെയിറ്റ് ലോസ് ഉണ്ടായി, ഹന്ന ഒന്നുകൂടെ സ്ലിം ആയി മാറി. അതല്ലാതെ ഹന്നയ്ക്ക് വേണ്ടി പട്ടിണി കിടന്നുകൊണ്ട് കുഞ്ഞുണ്ടായോ? ഇല്ല. ഹന്ന നിലവിളിച്ചതൊരു കുഞ്ഞുണ്ടായോ? ഇല്ല. ഹന്ന കരഞ്ഞത് കൊണ്ട് കുഞ്ഞുണ്ടായോ? ഇല്ല. യഹോവ അത് അടച്ചു വെച്ചു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ കർത്താവിന്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാനും കൂട്ടായ്മയിലും വചനത്തിലും ശക്തിപ്പെടാൻ പഠിക്കണം. നിങ്ങൾ ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും. മറ്റൊരു വാക്യത്തിലേക്ക് ഓടി വരാവേ. എന്താണ് ദൈവത്തിന്റെ പ്രത്യേകത? ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം നോക്കിയേ. ദൂതൻ അവനോട്, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് നീ വിശ്വസിക്കായത് കൊണ്ട് അത് സംഭവിക്കുന്നത് വരെ നീ സംസാരിക്കാതിരിക്കാൻ മൗനമായിരിക്കും. നോക്കിയേ. അപ്പൊ ദൂതന്മാർക്കും പല കാര്യങ്ങൾ അറിയാം. ദൂതന്മാര് നമ്മളെ സഹായിക്കും. ഇവിടെ നിങ്ങൾ നോക്കിയേ, തക്ക സമയത്ത് നടക്കാനിരിക്കുന്ന എന്റെ വാക്ക്. അപ്പൊ ഞാൻ ദൈവത്തിൽ നിന്ന് വന്നതാണേ, ദൈവം പറഞ്ഞ ആലോചന പറയാൻ വേണ്ടി വന്നയാളാണേ. ആ ആലോചനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇപ്പൊ നടക്കത്തില്ല, തക്ക സമയത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കിയേ, അപ്പൊ ദൈവത്തിന് ഒരു സമയമുണ്ട്. പല സാഹചര്യങ്ങളെയും ഒരുക്കിക്കൊണ്ടുവരുന്ന ഒരു സമയം. ദൈവം നിങ്ങളെ മാത്രമല്ല നോക്കുന്നത്, എപ്പോഴും ഓർത്തോണം. നിങ്ങൾക്ക് മുമ്പിലേക്ക് വരും. ഇപ്പൊ ഞാൻ പറയാം, കർത്താവ് പെസഹ ഒരുക്കുന്ന സമയത്ത് പെട്ടെന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു, നമുക്ക് എവിടെ പെസഹ ഒരുക്കണം? ഉടനെ അവർ പറഞ്ഞു, നമുക്കിവിടെ നല്ലൊരു ഓഡിറ്റോറിയം ഉണ്ട്, ഇപ്പൊ AC ഹോൾ ഉണ്ട്, നമുക്ക് ബുക്ക് ചെയ്തേക്കാം. ചെന്ന് നോക്കിയപ്പോഴേക്കും ആ സമയത്ത് യെരുശലേമിൽ പെസഹയുടെ സമയത്ത് ഒറ്റ ഓഡിറ്റോറിയം കിട്ടത്തില്ല. നമ്മൾ പറയത്തില്ലേ, കല്യാണ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഓഡിറ്റോറിയം കിട്ടത്തില്ലെന്ന് പറയത്തില്ലേ? അതേപോലെ പെസഹായുടെ സമയത്ത് ഉണ്ടായിരുന്ന സകല മാളികമുറി അവിടെ എല്ലാം ബുക്ക്ഡാ. അവിടെ എല്ലാവരും പെസഹ മുറിക്കാൻ വേണ്ടി തിരക്കില്ല. ബന്ധുക്കാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാം വന്ന് ഒത്തുകൂടി അവർ പെസഹായ്ക്കുള്ള തിരക്കാ. യേശു ക്രിസ്തുവും ശിഷ്യന്മാരും ലേറ്റ് ആയി പോയി. പെട്ടെന്ന് പത്രോസ്ലീഹ കിട്ടിയ നമ്പറിൽ എല്ലാം ഫോൺ ചെയ്തപ്പോൾ അവർ പറഞ്ഞു എല്ലാ ഹോളും ബുക്ക്ഡ് ആണ്. കർത്താവ് പറഞ്ഞു നമുക്ക് പെസഹ ഒരുക്കാൻ വേണ്ടി വേഗം റെഡിയാക്ക്. ഉടനെ ശിഷ്യന്മാർക്ക് മനസ്സിലായി കർത്താവെ നോ രക്ഷ. ഉടനെ യേശു പറഞ്ഞു, കാര്യം ചെയ്യ്, നീ നേരെ പട്ടണത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു കുടം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ, ഒരു ബാല്യക്കാരൻ നിങ്ങൾക്ക് എതിരെ വരും. അവനോട് പറയണം യജമാനന് വേണ്ടി എന്ത് ചെയ്യണം? മാളികമുറി ഒരുക്കണമെന്ന് പറയാം. അവന്റെ പുറകെ പോകണം. അവന്റെ പുറകെ ചെന്നിട്ട് അവൻ ചെന്നിട്ട് യജമാനെ കാണിച്ചു തരും. എന്നിട്ട് ആ യജമാനോട് പറയണം ഗുരുവിന് വേണ്ടി എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് മാളികമുറി വേണം. ഉടനെ നിങ്ങൾ അവൻ എന്ത് വിരിച്ചൊരുക്കിയ
ഒരു മാളികമുറി ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. ആ സമയത്ത് പെസഹായുടെ സമയത്ത് എല്ലാ ഹോളും ബുക്കിടാ. അപ്പൊ ഞാൻ ചോദിച്ചു, യേശുവേ, ഈ ശിഷ്യന്മാര് പോകുന്ന വഴിക്ക് പത്രോസ്ലീഹ ഇടയ്ക്ക് ഒരു ഫ്രണ്ടിനെ കണ്ട് വർത്താനം പറയാൻ പോയി കഴിഞ്ഞാൽ ആ കുടവുമായിട്ട് വരുന്നയാളെ മിസ്സാകത്തില്ല? യേശു പറയും, ഇല്ല, അതെല്ലാം ഭയങ്കര പ്ലാൻഡാ. പത്രോസ്ലീഹ എപ്പം നിൽക്കും, പത്രോസ്ലീഹ എത്ര സ്റ്റെപ്പ് എടുത്തു വെക്കും, പത്രോസ്ലീഹയുടെ എതിരെ വെള്ളം കോരുന്നവൻ എപ്പോ വരും, ഇതെല്ലാം റൈറ്റ് ടൈമിൽ നടന്നിരിക്കും. മുന്നമ്മേ ദൈവം പ്ലാൻ ചെയ്ത. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം പത്രോസ്ലീഹാനെ മാത്രമല്ല പ്ലാൻ ചെയ്യുന്നത്, അവനെതിരെ വരുന്ന ആ കുടം ചുമക്കുന്ന ബാല്യക്കാരനെയും ആ വിരിച്ചൊരുക്കിയ മാളികമുറി വെച്ചിരിക്കുന്ന ആ വിരിക്കാൻ വെച്ച സമയം വരെ ഇതൊക്കെ ഒതുക്കി വരണ്ടേ? ഈ മാളികമുറി ഒന്ന് വിരിക്കണ്ടേ, തൂത്തുവാരണ്ടേ, കഴുകണ്ടേ, വൃത്തിയാക്കണ്ടേ, കസേര അറേഞ്ച് ചെയ്യണ്ടേ? ഇതിനൊക്കെ സമയം വേണ്ടേ? അപ്പൊ ഇതെല്ലാം ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് ചുറ്റും പലതും ഒരുക്കുന്ന ദൈവമാണ് എന്റെ ദൈവം. നമ്മൾ ചിന്തിക്കരുത് കേട്ടോ. ദൈവം എന്റെ കൂടെ പറ, ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഒരുക്കുന്നയാളാന്ന് പറ. ഒന്ന് പറഞ്ഞേ. ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ വലിയ കാര്യങ്ങൾ വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകണമെന്ന് പറയുന്നത് മനസ്സിലായോ? ദീർഘക്ഷമയോടെ വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകണം. അപ്പൊ ഇത് നിങ്ങൾ എപ്പോഴും മറന്നു പോകരുത്. ഒന്ന്, ദൈവസന്നിധിയിൽ യേശുക്രിസ്തുവിന്റെ ശരീരയാകത്താൽ ദൈവസന്നിധിയിൽ ഞാൻ ഇനി പാപിയല്ല. അതിന്റെ അർത്ഥം എന്നാണ്? തിരശീല കീറി. യെരൂശലേമിൽ ഇനി തിരശീല ഇല്ല, അത് നടുവേ കീറി. പ്രാകാരത്തിൽ നിൽക്കുന്ന സാധാരണക്കാരന് ഒരിക്കലും കാണാൻ അനുവാദമില്ലാതിരുന്ന കൃപാസന നിയമപ്പെട്ടകം ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. കാര്യം എന്തുവാ? ആ തിരശീല കീറിപ്പോയി. ഇപ്പൊ എനിക്കും ദൈവവും തമ്മിൽ ബന്ധമുണ്ട്. അവിടെ എന്റെ കുറവുകൾ എന്നെ അനുഗ്രഹ തടസ്സമല്ല. ഇനി പ്രാർത്ഥിച്ചിട്ട് ബ്രദറെ ഒന്നും കാണുന്നില്ല ബ്രദറെ, ഞാനാണെങ്കിൽ ദിവസവും ഉള്ള ബ്രദർമാരെ എല്ലാം വിളിച്ച് ഇപ്പൊ ബ്രദർമാരെല്ലാം എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുക. ഞാൻ പോകാത്ത പ്രാർത്ഥനയില്ലേ, പോയി 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 അവിടുത്തെ പായ്ക്ക് വരെ എന്നെ ഇപ്പൊ അറിയാം. എവിടെയാണോ പ്രാർത്ഥന ഉള്ളത് അവിടെ എല്ലാം ഞാൻ ഹാജരാണ്. എന്നിട്ടും ബ്രദറെ, ദൈവം എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാത്തത്? അവിടെ ഇരിക്കുക, കേക്ക്, ആ വചനം എടുത്തു വെക്കുക, എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഫ്യൂച്ചറിലേക്ക് സംഭവിക്കുക. നമ്മൾ നാളെ എടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ വിഷയമാണ്. 2 വിഷയം കഴിഞ്ഞു. ഇപ്പൊ സമയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാനത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വേഗത്തിൽ അതിലോട്ട് പോണില്ല, കൂടുതൽ പോകുന്നില്ല. അപ്പൊ എപ്പോഴും ഓർത്തോണം, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കാര്യം പെട്ടെന്ന് നടന്നില്ല എങ്കിൽ, ചിലത് പെട്ടെന്ന് നടക്കും. കഴിഞ്ഞ സമയം ഒരു വേറെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എന്റെ ആ രോഗം മാറി, നടക്കാൻ വയ്യായിരുന്നു, ഇപ്പൊ ഞാൻ നടക്കുന്നു. ചിലർ പ്രാർത്ഥിച്ചിട്ട് ബ്രദർ അതേ രോഗം എനിക്ക് മാറുന്നില്ലല്ലോ, എന്തോ പ്ലാൻ ദൈവത്തിനുണ്ട് സഹോദരങ്ങൾ. ആമേൻ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദൈവം ചില കാര്യങ്ങളെ അടയ്ക്കും. ദുഷ്ടനായതുകൊണ്ടല്ല, ചില സമയങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്, ചില സാഹചര്യങ്ങളെ ദൈവം ഒരുക്കുന്നുണ്ട്. കൊച്ചിന്റെ കല്യാണം ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ബ്രദറെ, എനിക്കറിയത്തില്ല, ഇനി ഞാൻ തലകുത്തി നിന്ന് പ്രാർത്ഥിക്കണോ നടക്കാൻ? വേണ്ട, അവിടെ നിൽക്ക്. തക്ക സമയത്ത് എല്ലാം ഒത്തുപറഞ്ഞ് ചാടിക്കേറി തീരുമാനം എടുക്കരുത്, വെയിറ്റ് ചെയ്യും. അയ്യോ ബ്രദറെ, ഇപ്പം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ ദൈവത്തെ പഠിപ്പിക്കരുത്. ദൈവത്തിനെല്ലാം അറിയാം. ദൈവത്തിനെല്ലാം അറിയാം. അന്ന പട്ടിണി കിടന്നു, അന്ന നിലവിളിച്ചു, അന്നെ അവസാനം ദൈവസന്നിധിയിൽ കരഞ്ഞു അലഞ്ഞു മടുത്തു, പാവ സഹോദരി. ഒടുവിൽ ഒരു നേർച്ച വരെ നേർന്നു, കർത്താവ് എനിക്കൊരു മകനെ തന്നാൽ. തമ്പുരാൻ പറഞ്ഞു, മോളെ നീ നേർച്ച നേരണ്ട, നിനക്ക് മകൻ തന്നെയാണ്, ശമൂവേൽ തന്നെയാണ്, നീ ഭാരപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്തോണം? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം മനസ്സിലാകണം. ഈ സമയത്താണ് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി പലരും പറഞ്ഞ, അതെന്താ നടക്കാത്തെന്നറിയാവോ? ഭയങ്കര വലിയ കുഴപ്പം, നിങ്ങളുടെ കുറവ് കൊണ്ടാ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാത്തത്. ശരിയാ ബ്രദറെ, എന്റെ കുടുംബം രക്ഷപ്പെടാം. അപ്പൊ ആ വഴിക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ അങ്ങ് പോകത്തേ ഉള്ളൂ, പിന്നെ ഉള്ള വഴിയും കൂടെ അടയത്തുള്ളൂ. പത്രോസ്ലീഹായുടെ കർത്താവ് പറഞ്ഞു, നീ നേരെ ചെല്ലുമ്പോൾ എതിരെ ബാല്യക്കാരൻ വരും. പത്രോസ് പറഞ്ഞു, ഞാനങ്ങും പോകത്തില്ല. പിന്നെ ഒരു പരിചയമില്ലാത്തവരുടെ വീട്ടിൽ പോയിട്ട് ഗുരുവിന് ഇതിന് മാളികമുറി വേണമെന്ന് പറഞ്ഞ് ആരെങ്കിലും തരുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ആ വഴിക്ക് പോകാതെ രണ്ടും കൽപ്പിച്ചങ്ങ് ചെല്ലുക. വിശ്വാസ ജീവിതം കാഴ്ചയാലല്ല, വിശ്വാസത്താൽ പോകുന്നതാ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ സമയം നാളെ ഞാൻ ചോദിക്കും. 2 കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം ഇച്ചിരി നീണ്ടതാണ്, രണ്ടാമത്തത് തക്ക സമയം. തക്ക സമയം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ബ്രദർ എന്തുകൊണ്ടാണ് എപ്പോഴും ഈ പ്രയർ റിക്വസ്റ്റ് പറയേണ്ട, ഒന്ന് പറഞ്ഞ ശേഷം പിന്നെയും പിന്നെയും പറയണ്ട എന്ന് പറയാൻ കാരണം? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ?
മനസ്സിലായോ? ഒന്ന് പ്രതികരിച്ച മനസ്സിലായോ ഇല്ലയോ? ഒട്ടും മട്ടത്തില്ല ബ്രദർ, എനിക്ക് മാനസികമായി എനിക്ക് തളർന്നിരിക്കും. ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും. ആ മാനസിക സിറ്റുവേഷനിൽ ഹന്നയ്ക്ക് ഉണ്ടായ അനുഭവം കണ്ടോ? ഹന്ന കരഞ്ഞു കൂകി ബഹളം വെച്ചിരിക്കുക. അത് ഒരു മാനസിക ബലം ആവശ്യമാണ്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, അല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല. മാനസികമായി തളർന്നിരിക്കണം, ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ധൈര്യപ്പെടുത്താം. എന്നാൽ കഴിയുന്ന രീതിയിൽ എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്താം. പക്ഷേ എപ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഈ ദിവസങ്ങളിൽ വിശ്വാസ പ്രഖ്യാപനം, ആ വചനം കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം. പറയണം, ചുമ്മാ വായും വിളിച്ചിരിക്കരുത്. വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. എന്റെ സമയം ഇപ്പൊ എനിക്ക് വചനം പറയാനുള്ള സമയമാണ്. ഇപ്പൊ ഹന്നയുടെ ഇനിയിപ്പൊ ഹന്ന ശമൂവേലിനെ കണ്ടെന്നിരിക്കണം. ഞാൻ അത് പറഞ്ഞ് ക്ലോസ് ചെയ്യാവേ. ഹന്ന പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രവചനാത്മാവ് തുറന്നു ഹന്നയുടെ മേൽ. ഹന്ന ഇങ്ങനെ കാണുക, ശമൂവേൽ ജനിക്കുന്നു, ആൺകുഞ്ഞ്, കൺഫേം ആണ്, പ്രവചനമാണ്, ഭാവി കാണുക. അവൻ വളർന്നിട്ട് ഇസ്രായേലിന്റെ പ്രവാചകനായി മാറുന്നു. അവൻ ഈ യെരൂശലേം മന്ദിരത്തിൽ കിടക്കുന്നു. അവൻ എന്ത് ചെയ്യുന്നു? ശൗലിൻ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവിനെ അഭിഷേകം ചെയ്യുന്നു. രണ്ടാമത് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഹന്ന കണ്ണു തുറക്കുമ്പം അന്ന കരയത്തില്ല. പിന്നെ അന്നെ അപ്പൊ തന്നെ ഒരു ഉടുപ്പ് തയ്ക്കും. ഉടുപ്പ് തയ്ച്ചിട്ട് ഹെൽക്കാനോട് പറയും, ഞാൻ നമ്മുടെ കുഞ്ഞിനെ കണ്ടു. ഹെൽക്കാന പറയും, നമ്മുടെ കുഞ്ഞിനെ എങ്ങനെ കണ്ടു? കർത്താവ് എന്നെ കാണിച്ചു തന്നു. എങ്ങനെ? പ്രവചനാത്മാവിൽ ഞാൻ ഭാവിയിലേക്ക് പോയി, ഞാൻ ഫ്യൂച്ചറിൽ പോയി നമുക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെ കണ്ടു. ഇതാണ് പ്രവചന വരം. ഇത് നിങ്ങൾ വാഞ്ചിക്കണം. അപ്പൊ നമ്മുടെ ടെൻഷനൊക്കെ മാറും. അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രവചന ശുശ്രൂഷ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ? എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഇടയിൽ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞൊരു സാക്ഷി, നിങ്ങളിലേക്ക് ആ വലിയ പകർച്ച ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സന്തോഷിക്കുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലത്തുള്ള സഹോദരി പറഞ്ഞില്ല, കൊല്ലത്ത് വന്ന് പ്രാർത്ഥിച്ച സമയത്ത് അവർ തമ്മിൽ കൂട്ടം കൂടി 2 സഹോദരിമാര് അവർ തമ്മിൽ പരസ്പരം പ്രാർത്ഥിച്ചപ്പം എന്തോ ഒരു പേര് വെളിപ്പെട്ടല്ലോ, ശശി എന്നോ മറ്റോ എന്തോ ഒരു പേര് വെളിപ്പെട്ടു. അപ്പൊ ആ സഹോദരി ഓർത്ത് ബ്രോക്കറാന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, അവിടെയുള്ള എല്ലാ കൊല്ലത്തുള്ള സകല ബ്രോക്കർമാരെ അന്വേഷിച്ചു. അങ്ങനെ ശശി എന്ന് പേരുള്ള ബ്രോക്കർ ഇല്ലായിരുന്നു. പക്ഷെ ഒടുവിൽ അവർ വീട് തപ്പിച്ചെന്നു. അവസാനം ഹൗസ് ഓണറിന്റെ പേര് ശശി. ഞാൻ ചോദിച്ചോട്ടെ, എങ്ങനെ മനസ്സിലായി ആ സഹോദരിക്ക്? എങ്ങനെ പിടികിട്ടി? നാളെ മുതൽ ആ സഹോദരി നമ്പർ തപ്പി ആരും പോകരുത്, നിങ്ങൾക്കും അത് പറ്റും. ഇതാ കുഴപ്പം. നാളെ നമ്മൾ വേറെ എന്നാൽ പിന്നെ ആ സിസ്റ്ററുടെ നമ്പർ കൊണ്ട് തരാമോ എനിക്ക്? അത് തപ്പി പോകാൻ ജന്മത്തിൽ നിങ്ങൾ എത്തിയത്തില്ല. നമ്പർ നിങ്ങൾ പ്രാർത്ഥിക്കും, എനിക്കത് തുറക്കും ചെയ്യോ. നമ്മളിപ്പോ കുഴപ്പം എന്നറിയോ? നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്ക്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ തുറന്നു വരും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങളിലേക്ക് അത് തുറക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. അപ്പൊ അതെങ്ങനെ മനസ്സിലായി? ആ ശശി എന്ന് പറയുന്ന ഹൗസ് ഓണറുടെ വീട്ടിലാണ് ഇവര് താമസിക്കാൻ പോകുന്നതെന്ന് ആ സഹോദരിക്ക് എങ്ങനെ വെളിപ്പെട്ടു? പകർച്ച, പ്രവചന വരത്തിന്റെ പകർച്ച. അതുകൊണ്ടാണ് കൈവപ്പി ശുശ്രൂഷ ഞാൻ എല്ലാ വർഷവും വരുമ്പം നിങ്ങളിലൂടെ ചെയ്യുന്നതിന്റെ കാരണം ആ പകർച്ച നിങ്ങളിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയാ. കൈവപ്പ് ശുശ്രൂഷ, പ്രവചന വരത്തിന്റെ വലിയ പകർച്ച ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹത്തോടെ, ഞാൻ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളുടെ മേൽ കൈവെക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബ്രദറിന്റെ അടുക്ക് വന്ന് സങ്കടം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് ദൈവവുമായിട്ട് കണക്ഷനായി. ആമേൻ. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് അന്യഭാഷാ പ്രാർത്ഥനകളൊക്കെ വെക്കുന്നത് ഇത് ജ്വലിക്കാൻ വേണ്ടിയാ. ഇതിന്റെ പകർച്ചകൾ ലഭിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് അന്യഭാഷയിൽ കൂടാൻ വേണ്ടി പറയുന്നത്. നിങ്ങൾക്കും അന്യഭാഷ, അതൊക്കെ അത് ഞാൻ പിന്നീട് പറയാം. അത് നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ അതിന്റെ ബലം എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. ആമേൻ. അപ്പൊ തക്ക സമയത്ത് അത് നിവർത്തിയാവും. അപ്പൊ ഹന്ന അത് കണ്ടിരുന്നെങ്കിൽ ഹന്നയ്ക്ക് ടെൻഷൻ ഇല്ല. നിങ്ങൾക്കത് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ടെൻഷൻ. അതുകൊണ്ട് നിങ്ങളുടെ ടെൻഷൻ അതോർത്ത് നിങ്ങൾ വറീഡാകണ്ട. അപ്പൊ ഭാരം വരുമ്പം അവിശ്വാസികളോട് നിങ്ങൾ അവരുടെ വിഷയങ്ങളെ പറയാതെ പ്രാർത്ഥനയിലും വചനത്തിലും ശക്തിപ്പെടുക. അപ്പൊ ഇനി എന്നെ വിളിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഓർത്തണം, എന്നെ ഭീഷണിപ്പെടുത്തരുത്. ബ്രദർ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന വിഷയം അയക്കരുത് എന്നിട്ടും അങ്ങനൊന്നും നിങ്ങൾ പറയണ്ട. ബ്രദറെ എനിക്ക് മാനസികമായിട്ട് പിടിച്ചു നിൽക്കാൻ അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ബലപ്പെടാൻ പഠിക്കുക. കർത്താവ് ഇല്ല, വചനം അങ്ങോട്ട് പറ, വചനം പറ. എന്നിട്ട് പറ്റുന്നില്ല ബ്രദർ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചു. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, വളരണം. അല്ലെങ്കിൽ നമുക്ക് എന്നാ സംഭവിക്കുന്നറിയാവോ?
ഹന്നയ്ക്ക് കുഞ്ഞുണ്ടായി കഴിയുമ്പോഴേക്കും ഹന്ന ബന്ധിച്ച് അന്ന് വെറുതെ പട്ടിണി കിടന്നു. നല്ല ഒന്നാം തരം ബിരിയാണി വീട്ടിൽ വെച്ചപ്പം ഞാൻ എന്ത് ചെയ്തു? പട്ടിണി കിടന്നു. പിശാച് എന്ത് ചെയ്തു? പ്രതിയോഗിയുടെ അകത്ത് കയറിയിട്ട് എന്നെ കുത്തുമ്പോൾ, എന്നെ പരിഹസിക്കുമ്പോൾ, നീ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് നിനക്ക് എന്തുകൊണ്ടാണ് കൊച്ചു തരാത്തെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിന്റെ അകത്തിരുന്നു കൊണ്ട് മുറിവേൽപ്പിക്കുമ്പോൾ ഹന്ന കരഞ്ഞതെല്ലാം പക്ഷെ വെറുതെ ആയിപ്പോയി. നല്ല ഒന്നാം തരം പ്രവാചകനെ എന്നെ തന്നിരിക്കുന്നത്. അന്ന് ഹന്നയ്ക്ക് അത് മനസ്സിലായെങ്കിൽ ആ സഹോദരി കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വേറെ പണിയൊന്നുമില്ല, നിനക്ക് വേറെ, അന്ന് അത്രയും പറഞ്ഞു തീർക്കേണ്ട കേസായിരുന്നു. പക്ഷെ അത് കേട്ട് ഹന്ന വിഷമിച്ചു. കാരണം ഹന്നയ്ക്ക് ഭാവി എന്ന് കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ നിങ്ങളിൽ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപാവരങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തും. ചില കാര്യങ്ങൾ ദൈവം മറയ്ക്കുന്നത് കൊണ്ട് അത് നമുക്ക് ആ സമയത്ത് ദൈവം ഒരു ബലം തരും. എല്ലാ കാര്യവും കർത്താവ് വെളിപ്പെടുത്തത്തില്ലെങ്കിലും വ്യക്തിപരമായിട്ടുള്ള 100-99% കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തും. മറയ്ക്കുന്നുണ്ടെങ്കിൽ ദൈവം ധൈര്യം തന്നിരിക്കും, കരയാൻ പറ്റത്തില്ല. പിന്നെ മറയ്ക്കുന്നത് കൊണ്ട് ദൈവം, അപ്പൊ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ദൈവം അത് നിങ്ങൾക്ക് ബലം തരും. കരയാനൊന്നും ദൈവം സമ്മതിക്കത്തൊന്നുമില്ല കേട്ടോ. ദൈവം കണ്ണുനീരിന്റെ തുരുത്തിയെ തകർക്കുന്ന ദൈവമാണ്. ആമേൻ. കർത്താവിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. അപ്പൊ നാളെ ഇന്ത്യൻ സമയം 3 മണിക്ക് നമ്മുടെ പ്രാർത്ഥനയുണ്ട്. ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം, സർവേ പോലെ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഇട്ടേക്കാം. എങ്കിലും മാക്സിമം 3 മണിയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ആദ്യത്തെ മീറ്റിംഗ് ആണ്. കഴിവതും ആളുകൾ പങ്കുചേരുക. ഞാൻ പറഞ്ഞല്ലോ, വലിയ പകർച്ചകൾ കർത്താവ് നിങ്ങളെ സഹായിക്കും. അത് പ്രാർത്ഥനയിലും വചനത്തിൽ എങ്ങനെയാണോ പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുന്നത് പോലെ ആ മീറ്റിംഗ് പോട്ടെ. നമ്മുടെ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ എല്ലാം നടക്കുന്ന ദൈവം ലീഡ് ചെയ്യുന്ന പോലെയാണ്. കഴിവതും സഹോദരിമാരെല്ലാം അതിൽ പങ്കുചേരുക. സഹോദരിമാരെല്ലാം അതിൽ പങ്കുചേർന്ന് ബലപ്പെടാൻ ഞാൻ നിർബന്ധമല്ല, ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നവരൊക്കെ പങ്കുചേരുക. കർത്താവ് അത് സഹായിക്കും. വലിയൊരു പകർച്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. നന്ദി യേശു. ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, ഭാവി അവരുടെ മേൽ തുറക്കട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആ ഭാരപ്പെടുന്നത് ഞങ്ങൾക്ക് ദൈവം പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റാത്തതുകൊണ്ടാണപ്പ. ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ അത് തുറന്നു വരട്ടെ. ഞങ്ങൾക്ക് കർത്താവെ, ദൈവഹിതം ഇന്നതെന്ന് ബൈബിൾ പറയുന്നു. ഹൃദയത്തെ പരിശോധിക്കുന്നവൻ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ദൈവം അപ്ഡേറ്റ് ചെയ്യും. ദൈവം അത് വെളിപ്പെടുത്തും. യേശുവിന്റെ നാമത്തിൽ ഫ്യൂച്ചറുകൾ ഓപ്പൺ ആകട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ അവർക്ക് തക്ക സമയത്ത് വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയിലേക്ക് ദൈവം കൊണ്ടുപോകും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഇന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആശ്രയിക്കാം. എല്ലാവരും ഈ സമയത്ത് ദൈവികമായ ആലോചനയുടെ സമയമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അവിടെ നിന്നൊക്കെ ഒന്ന് ഗുഡ് ബൈ ഒന്ന് മാറിയിരുന്ന അല്പനേരം ഡിസ്റ്റർബൻസുകളൊന്നും വെക്കാതെ ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഞാൻ മ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേറെ ശബ്ദങ്ങളോ കോലാഹലങ്ങളോ ഒന്നും ഇടയിൽ വരാതെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ യേശുവേ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് അങ്ങ് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം. 1969 ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് എന്നെ വെളിപ്പെടുത്തുവാണ്. ദൈവം ഒരു അടയാളം എന്നെ കാണിക്കുവാണ്. ആ വ്യക്തി ജനിച്ചു വളർന്ന വീട് എന്നെ കർത്താവ് ഒരു കാഴ്ച കാണിക്കുകയാണ്. ആ വ്യക്തി ജനിച്ചു വളർന്ന വീട്, അതിന്റെ പിൻഭാഗം 1969 ജനിച്ചൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വീട്ടിൽ ആ വ്യക്തി ജനിച്ചു വളർന്ന കാലഘട്ടത്തിൽ വീടിന്റെ തൊട്ടു പുറകിലായിട്ട് വലിയൊരു പുളിമരം കർത്താവ് എന്നെ ആ ഒരു കാലഘട്ടമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ വ്യക്തിയെ കർത്താവ് ഇന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്, അടയാളം കർത്താവ് വെളിപ്പെടുത്തുവാണ്. ആ ഒരു സമയത്താണ്, ആ കുടുംബത്തിൽ ആയിരിക്കുന്ന സമയത്താണ് ഈ ഭവനത്തിന്റെ തൊട്ടു പുറകിലായിട്ടൊരു പുളിമരം ഉണ്ടായിരുന്നു. ഞാൻ ആ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് 1, 2, 3, 4, 6 വ്യക്തികൾ അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു ആ വ്യക്തി ആ സമയത്ത്. അതിനുശേഷം വിവാഹം കഴിച്ചു. അവിടുന്ന് മാറ്റം വന്നു. ഏകദേശം താമസിച്ച വീട്ടിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂർ അടുത്ത് യാത്ര ചെയ്ത് പോകേണ്ട ഒരു സ്ഥലത്തേക്കാണ് വിവാഹം കഴിച്ചു മാറിയിരിക്കുന്നത്. ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ ഭവനത്തിന്റെ അകത്തുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ
ആ ജീവിതത്തിൽ ഏറ്റ ചില മുറിവുകൾ പിന്നീട് ഭാവിയിൽ വേദനകളായിട്ടും പിന്നീട് വന്നു കയറിയ കുടുംബത്തിൽ കുറെ കാലങ്ങൾ പല പ്രശ്നത്തിലൂടെ കടന്നുപോയി, പല തടസ്സങ്ങളിലൂടെ കടന്നുപോയി, ഇപ്പോഴും പല വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. കർത്താവ് പറയുന്നു ഇന്ന് ആ വ്യക്തിയെ കർത്താവ് തൊടാൻ വേണ്ടി പോകുന്നു. ഈ ആലോചനയുമായി ബന്ധപ്പെട്ട അടയാളം ശ്രദ്ധിക്കുക. ആരാണോ ആ വ്യക്തി സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആലോചന യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്താൽ കാലങ്ങൾക്ക് മുമ്പ് മറഞ്ഞു പോയതിന് കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആലോചന ഇടപെടുന്നവർ മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ മ്യൂട്ട് മാറ്റുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു പറഞ്ഞു പറഞ്ഞു എന്റെ വീടായിരുന്നോ ബ്രദറെ? സിസ്റ്ററുടെ വീടായിരുന്നോ? എന്റെ വീടായിരുന്നോ മലയാളത്തിൽ? ഈ പറഞ്ഞ അടയാളം മുഴുവൻ സിസ്റ്റർ കേട്ടായിരുന്നോ? ബാക്കില് ഒരു പുളി, വലിയൊരു പുളി. സിസ്റ്റർ ഇത് ഏത് കാലഘട്ടമായിരുന്നു? സിസ്റ്ററുടെ ഓർമ്മയിൽ 90-കളിലാ അല്ലേ? സിസ്റ്ററുടെ ഓർമ്മയിൽ 90-കളിലാ? ഒരു ഏറ്റവും പ്രശ്നം ഉണ്ടായ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 84-85 ആ കാലഘട്ടത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഈ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നതല്ല. ഞാൻ പിന്നെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞോളം ഞാൻ കോൺവെന്റുകളിലേക്ക് പോയി. കോൺവെന്റുകളിലായി. പിന്നീട് എല്ലാ കോൺവെന്റുകളിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ കാലഘട്ടം എടുത്ത് യോജിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ കാലഘട്ടത്തിൽ ജനിച്ചു. അതിനുശേഷം ഓർമ്മയുള്ളൊരു കാലഘട്ടം സിസ്റ്റർ പറഞ്ഞ് വീടിന്റെ അടയാളം കർത്താവ് വെളിപ്പെടുത്തി. അതിനുശേഷം പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പല സാഹചര്യത്തിലൂടെ കടന്നുപോയി. 84 എന്നുള്ള കാലഘട്ടം പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം, എങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നൊരു കാര്യം 2025 ഇരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലായി? സിസ്റ്റർ പറഞ്ഞല്ലോ അവരുടെ വ്യക്തിപരമായ ജീവിതമാണ്. ഇപ്പൊ നമുക്കറിയാം ഒരു വീടിന്റെ ഫോട്ടോ നമ്മൾ എടുത്തു നോക്കി, വീടിന്റെ പുറകിൽ ഒരു പുളിമരം. ഇനിയിപ്പോ അങ്ങനെ ഒരു വീടും ഈ ഒരു അടയാളങ്ങളും കാലഘട്ടങ്ങളും ഒക്കെ മറ്റൊരാൾക്ക് എങ്ങനെ മനസ്സിലാവും? ഞാൻ ഈ കൂട്ടത്തിൽ കൃപാവരത്തിന്റെ ക്ലാസ്സുകൾ എടുത്തങ്ങ് പോവുക കേട്ടോ. ഈ ശുശ്രൂഷയിലൂടെ അങ്ങ് എടുത്തുകൊണ്ട് അങ്ങ് പോകുമ്പോൾ നിങ്ങൾക്കും ഇത് പ്രാപിക്കുവാൻ ഒരു അവസരമാണിത്. ഞാൻ എന്ന വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യുമല്ല, നിങ്ങളിലേക്ക് കർത്താവ് തുറക്കുന്ന വഴികളെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവെ കർത്താവിനോട് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ആ വേദനകളിൽ നിന്നും കർത്താവ് മോചിപ്പിക്കുകയാണ്. കാലങ്ങളിൽ നിന്നും കർത്താവ് ഇന്ന് സംഭവിച്ച സകല വിഷയങ്ങളും യേശുവിന്റെ നാമത്തിൽ നിന്നും അതിന്റെ മേൽ വിടുതലുകൾ സംഭവിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന്റെ വലിയ മഹത്വം ഞാൻ മറ്റൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് എന്നെ കാണിക്കുന്നു. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ കൂട്ടുകാരിയായിട്ടുള്ള തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ഒരു അടയാളം കർത്താവ് വെളിപ്പെടുത്തുവാണ്. ഇത് കേൾക്കുന്ന ആളുടെ ആ വ്യക്തി ഒരു വെളുത്ത അംബാസിഡർ കാറ് ആ ഭവനത്തിന്റെ അകത്ത് കിടക്കുന്ന ഒരു കാലഘട്ടത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ആ കുടുംബവുമായിട്ട് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാക്കോ എന്ന് പറയുന്ന ഒരു വല്യപ്പച്ചന്റെ ഭവനമാണ് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിന്റെ അകത്ത്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ 2 വ്യക്തികളെയും കണക്ട് ചെയ്തിട്ട് നമ്മുടെ കർത്താവ് ഒരു പറയുകയാണ്, കാലങ്ങൾക്ക് മുമ്പ് മുറിഞ്ഞു പോയിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു ബന്ധത്തെ വീണ്ടും കർത്താവ് ഒരു സാക്ഷ്യത്തിന് വേണ്ടി ഒരുക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്നീ കേൾക്കുന്ന ആ വ്യക്തി, ഇപ്പൊ ഈ ആലോചനയുമായി ബന്ധപ്പെട്ട വ്യക്തിക്ക് 2 ആൺതലമുറകളുള്ള ഒരു വ്യക്തിയാണ്. ബി എന്ന് പറയുന്ന ഒരക്ഷരം കർത്താവിനെ എടുത്തു കാണിക്കുവാണ് പേരിന്റെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഈ ആലോചന ഇപ്പോൾ ഞാൻ യേശുവിന് കാലങ്ങൾക്ക് മുമ്പ് ആ മുറിഞ്ഞു പോയ ആ വ്യക്തിയെ കർത്താവ് വീണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കൊരു നന്മയാക്കി ആ വ്യക്തിയെ ബന്ധപ്പെടുത്തും. പ്രത്യേകിച്ച് തലമുറയുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുവാൻ വേണ്ടി പോകുന്നു. ആ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ഇന്ന് സൂമിലും ലൈവിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്.
ജീവിതത്തിൽ നിങ്ങളിലാണോ ആരാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത് യേശുവിന്റെ നാമത്തിൽ ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയൊരു സാക്ഷ്യമായി തുറന്നു വരട്ടെ. വലിയൊരു അത്ഭുതമായി യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് തുറക്കുന്നപ്പ നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങളെ പിന്തുടരും എന്ന വചനത്താൽ ഞങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ സാക്ഷ്യമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുത്തുന്നല്ലോ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു വ്യക്തിയുടെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുവാണ്. അന്നമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു അമ്മച്ചിയുടെ ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ അമ്മച്ചിക്ക് 3 സഹോദരിമാരുണ്ടായിരുന്നു. ആ അമ്മച്ചിയുടെ കുടുംബത്തിന്റെ അകത്ത് ഈ അമ്മച്ചിയുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിന്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സ്ഥലത്തിന്റെ ഒരു പോർഷൻ വിറ്റ് കളഞ്ഞു. ഒരു പോർഷൻ അത് പകുതി വിറ്റ് കളഞ്ഞു. ആ ഒരു കാലഘട്ടം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയുമായിട്ട് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ ഒരു ആലോചന ഇങ്ങനെ വെളിപ്പെട്ട് വരുന്നു. തലമുറകളിലേക്ക് നന്മ വരാതെ വണ്ണം ഇന്ന് മുടങ്ങിപ്പോയതെല്ലാം ദൈവം സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദൈവാത്മാവ് സകലത്തെയും സൂക്ഷിക്കുന്നല്ലോ. ദൈവാത്മാവ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. ഇപ്പോൾ തന്നെ ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ സാക്ഷ്യമായി ആ കുടുംബത്തെ കർത്താവ് തുറക്കുന്നല്ലോ. അത്ഭുതകരമായ വ്യത്യാസം ഇപ്പോൾ തന്നെ സംഭവിക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞാനത് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ ആ തടസ്സമായി നിൽക്കുന്ന സകലതും മാറി അത്ഭുത പറയാൻ വേണ്ടിയാണ്. ഇത് അതിന് കൊറേ കിടക്കും, കൊറേ ഇരിക്കും, കൊറേ കിടക്കും. പ്രൈസ് ലോർഡ് ബ്രദറെ. പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ. ഹലോ, പ്രൈസ് ലോർഡ്. ഹലോ, പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ. ഇങ്ങോട്ട് മാറ്റി. മുമ്പേ ബ്രദർ പറഞ്ഞില്ലേ 1969 അത് വെച്ച് നോക്കുമ്പോ ഞാനിപ്പോ നോക്കിയപ്പോ 1970 എന്റെ ജനനം. പക്ഷെങ്കിൽ ഞങ്ങളുടെ വീടാണ് പുളിമരം പുറകിലുണ്ടായിരുന്നു. എന്റെ അമ്മയും അച്ഛനും സഹോദരങ്ങൾ 4, ഞങ്ങൾ 6 പേരായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ വന്നു. ഇപ്പം കല്യാണം കഴിച്ച വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. ദൈവകൃപയാൽ എല്ലാത്തിൽ നിന്നും ഇപ്പോൾ കർത്താവ് വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു അത്ഭുത പ്രവൃത്തി ഞങ്ങളും പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. അപ്പം മുമ്പേ ബ്രദർ പറഞ്ഞത് മുഴുവൻ വെച്ച് നോക്കുമ്പോൾ അടയാള സഹിതം ഇതാണ്. പിന്നെ 69 എന്നുള്ളത് 70 ആണെന്നുള്ളതേ ഉള്ളൂ ബ്രദർ. ഞാൻ എപ്പോഴും പറഞ്ഞ അടയാളം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ആലോചന അതേപോലെ സ്വീകരിക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഈ സമയം ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടിരിക്കുന്നതിന്റെ കാരണം ചോടല്ല എല്ലാവരും ഞാൻ 69 മാത്രമേ ഉള്ളൂ അതിനകത്ത് ഇത് വന്ന്. എന്റെ 70 69 എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ. നമ്മള് ആ ഒരു ആലോചന എപ്പോഴും ശ്രദ്ധിച്ചോണം. ആലോചന നമ്മളോട് വ്യക്തിപരമായിട്ട് ഈ അടയാളങ്ങളെ കർത്താവ് എപ്പോഴും നമ്മളോട് കണക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് യേശുവിന്റെ നാമത്തിൽ അത് സാക്ഷ്യമായിട്ട്. ബ്രദറെ, എന്റെ ഹസ്ബൻഡ് 1969 ജനിച്ച്, അന്നേരം അമ്മ വീട്ടിൽ നിന്നാണ് ജനിച്ചു വളർന്നത്. അവിടെയാണ് മാറിയാൻ നിന്നത് സെപ്പറേഷനിലൂടെ സഹോദരങ്ങളുമായിട്ട്. എന്നിട്ട് ഇപ്പൊ മാറി 1 മണിക്കൂർ അകലത്തിൽ ഞങ്ങളിപ്പോ താമസിക്കുക ഹസ്ബൻഡ് ഞങ്ങള്. ഈ അടയാളം ഞാൻ പറഞ്ഞല്ലോ ഒരേ അടയാളം വരുന്നവർ ശ്രദ്ധിച്ചോണം. നിങ്ങൾ അതേ അടയാളം ഒരേപോലെ വരുന്നവരുണ്ടെങ്കിലും യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് അത് സ്വീകരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒരടയാളം മാത്രം പോരാ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ആലോചന നിങ്ങളുടെ മേൽ വരിക തന്നെ ചെയ്യും. അതിന്റെ നിവൃത്തിയിലേക്ക് നിങ്ങൾക്ക് പോകുവാൻ കർത്താവ് സഹായിക്കും. ഞാൻ യേശുവിന്റെ നാമത്തിൽ പിന്നെയും പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ ഓരോ കാര്യം ആലോചന പറയുമ്പോൾ ഞാൻ അൺമ്യൂട്ട് ഇടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ എല്ലാവരും ചിലരിങ്ങനെ അനാവശ്യമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് ഒരിക്കൽ ഫുൾ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ആലോചന ഇടപെടുന്നവർ മാത്രം നിങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ, സൂമിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ലൈവിലും ആളുകൾ കാണുന്നുണ്ട്, യൂട്യൂബിലും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മുഴുവനായിട്ട് ഇത് ഇടപെടുമ്പോൾ ദൈവം അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഇടപെടുന്നത് കൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഞാൻ അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. ഞാൻ ഗൗരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിന്റെ മേൽ, ആ വ്യക്തിയുടെ മേൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഇന്ന് വലിയൊരു സാക്ഷ്യത്തെ കർത്താവ് ഒരുക്കാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ
ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുവാൻ ദൈവം അവിടെ ഉപയോഗിക്കുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. സകല വിധമാകുന്ന പ്രതിസന്ധികളും നീങ്ങി ദൈവത്താൽ ഒരു സാക്ഷ്യം ആ കുടുംബത്തിന് മേൽ തുറന്നു വരട്ടെ അപ്പ. കർത്താവെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ വിഷയത്തിന്റെ മേൽ, അവരായിരിക്കുന്ന സകല പ്രതികൂലത്തിന്റെ മേൽ പ്രാർത്ഥനയാലല്ലാതൊരു വിടുതൽ അവർക്കില്ല എന്ന് മനസ്സിലാക്കി കർത്താവിന്റെ സന്നിധിയിൽ ഒരു സാക്ഷ്യമായി അവർ തീരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. നന്ദി പിതാവ്, ഞങ്ങളിന്ന് അനുഗ്രഹിക്കുന്നപ്പ. ഇത് പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. ഗൗരി എന്ന് പറഞ്ഞ എന്റെ അമ്മയുടെ പേര് ഗൗരി എന്നാണ്. ആ ഭവനത്തെയാണോ? എന്റെ ഗൗരി മകളെന്ന വാക്ക് പറഞ്ഞു. മകളെന്നാണ് പറഞ്ഞത്. എന്തോ മകളെന്നാ പറഞ്ഞത്. അമ്മയല്ല, മകൾ. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആലോചന ക്ലിയർ അല്ലേ? ഓഡിയോ ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട്. അതെ അതെ ബ്രദറെ, സംസാരിച്ചോണ്ടിരിക്കണോണ്ട. ബ്രദറെ, നേരത്തെ പറഞ്ഞൊരു അന്നമ്മയുണ്ടല്ലോ, അത് എന്റെ അമ്മയാ. ഹലോ, കുറച്ചു മുമ്പ് പറഞ്ഞ ആലോചന. ബ്രദറെ, നേരത്തെ പറഞ്ഞ അന്നമ്മയുടെ കാര്യമില്ലേ, 3 സഹോദരികള് വീട് പോർഷ്യം വിറ്റു എന്ന് പറഞ്ഞത് എന്റെ അമ്മയാ. എന്റെ അമ്മയ്ക്ക് 3 സഹോദരികളാ. ഇങ്ങനെയൊക്കെ അടയാളുണ്ട്, ഞാൻ ഏറ്റെടുക്കണു. സിസ്റ്റർ, ഞാൻ പറഞ്ഞത് ഇതുപോലെ അത് അവരെയും കൂടെ പറയുവാൻ ഒരു അവസരമായിട്ട് കൊടുക്കണം നിങ്ങൾ. അതിന്റെ ഇടയിൽ നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞത് തന്നെ കുറച്ചും ഇടപെട്ട അന്നമ്മ എന്ന് പറഞ്ഞ ഭവനം, അത് സിസ്റ്ററുടെ ഭവനമാണ്. അടയാളങ്ങളെ കർത്താവ് വെളിപ്പെടുത്തിയത്. അതേപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ്, ഞാൻ പറഞ്ഞില്ലേ, ശുശ്രൂഷ ഇതേപോലെ വചന ശുശ്രൂഷ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൃപാവര ശുശ്രൂഷകൾ, പ്രവചന ശുശ്രൂഷകൾ, രോഗശാന്തി ശുശ്രൂഷകളൊക്കെയും വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടിരിക്കുക. നന്ദി കർത്താവ്. യേശുവിന്റെ നാമത്തിൽ പിന്നെയും പ്രാർത്ഥിക്കുന്ന അപ്പൊ അവരുടെ ജീവിതത്തിന്റെ മേൽ പരിശുദ്ധാത്മാവെ അങ്ങ് സ്പർശിക്കുന്നല്ലോ കർത്താവ്. ഇന്ന് ആ കുടുംബത്തിന്റെ മേലുള്ള സകല തടസ്സങ്ങളും ഓരോരുത്തരുടെ മേൽ പ്രാർത്ഥിക്കുന്ന യേശുവെ, അങ്ങ് സകലത്തെയും അറിയുന്ന ദൈവമാണല്ലോ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. യേശുവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദേവസ്യ എന്ന് പറയുന്ന ഒരു പിതാവ് ഉണ്ടായിരുന്ന, ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തികളെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം എന്നെ ഒരു കാഴ്ച കാണിക്കുന്നു. വീടിനോട് ചേർന്ന് തന്നെ ഒരു പറമ്പുള്ള ഒരു ഭാഗത്തെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചു തരികയാണ്. ആ ഒരു സ്ഥലത്തിന്റെ മേലുണ്ടായിരുന്ന ചില അവകാശങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് വിട്ടുമാറി ആ കുടുംബത്തിന്റെ മേൽ നിന്നും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നതായിട്ട് ദൈവം എന്നോട് പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് കർത്താവ് അവിടെ ചെയ്യുന്നല്ലോ. ആ ഭവനം, ആ പിതാവിന്റെ ഭവനത്തെ കർത്താവ് എടുത്തു കാണിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ, ഏത് കുടുംബമാണോ, യേശുവിന്റെ നാമത്തിൽ ആലോചനയെ സ്വീകരിച്ച് കർത്താവിന്റെ മേൽ, കർത്താവിന്റെ സാക്ഷ്യമായി തീരുവാൻ ഞങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ സംഭവിക്കുന്നല്ലോ. വലിയ ദൈവ പ്രവൃത്തികൾക്ക് വേണ്ടി ഞങ്ങളത് വേർതിരിക്കുന്നു. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും പിന്തുടരും എന്ന് പറയുന്ന വചനത്താൽ ഞങ്ങൾ തുറക്കുന്നപ്പ സാക്ഷ്യമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ. സകല വിഷയത്തിന്റെ മേലും ദൈവാത്മാവിനാൽ കർത്താവെ നിങ്ങളുടെ മഹത്വമേറിയ പ്രവൃത്തികൾക്കായിട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ അങ്ങ് സാക്ഷ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നന്ദി പിതാവേ. ഞാൻ ഈ സമയത്ത് രോഗികളായി രോഗികളായി ഭാരപ്പെടുന്നവർ ഈ സമയത്ത് നിങ്ങൾ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചാട്ടെ. എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാട്ടെ, കർത്താവെ, അങ്ങയുടെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അങ്ങയുടെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കൈവച്ച് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ്, കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചതാ, കർത്താവ് എൻ്റെ വേദനകളെ ചുമന്നതാ, സൗഖ്യം എൻ്റെ അവകാശമാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ എനിക്കത് അവകാശമായി ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം തന്നെ ആ വേദനകൾ, രോഗശക്തികൾ
ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അത്ഭുത സൗഖ്യം ഇന്ന് അവിടെ സംഭവിക്കുന്നല്ലോ അപ്പ. രോഗശക്തികൾ കർത്താവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നല്ലോ. ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു പുലിയുടെ ചിത്രം, ഒരു ടൈഗറിന്റെ ചിത്രം ഒരു വീടിന്റെ കയറി വരുന്ന ഹോളിൽ തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുള്ള ഒരു ഭവനത്തെ കർത്താവ് എന്നെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ മേലിൽ കർത്താവ് പറയുന്ന രോഗം ശക്തികൾ തളം കെട്ടി കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും ദൈവം ഇന്ന് ആ ഭവനത്തെ വിടിവിക്കുന്നു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തെ കർത്താവിനെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ തന്നെ യേശുവിന് ഒന്നിലധികം വ്യക്തികളുടെ മേൽ വ്യാപരിച്ചു നിൽക്കുന്ന രോഗശക്തികൾ ആ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുന്നു. അത്ഭുതകരമായ പ്രവൃത്തികൾ അവിടെ സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പോ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ഞങ്ങളുടെ സാക്ഷ്യമായ ഭവനം തീരട്ടെ. സകല വിഷയത്തിന്റെ മേൽ സാക്ഷ്യമായി തീരട്ടെ. എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. സ്വർഗത്തിലെ ദൈവം ഇന്ന് അവരെ ഒരുക്കുന്നതിന് നന്ദി പറയുന്നപ്പ. രോഗബന്ധനങ്ങൾ, രോഗശക്തികൾ ഓരോരുത്തരുടെ മേൽ നിന്നും അഴിഞ്ഞു മാറട്ടെ. അവരെ രോഗങ്ങൾ സൗഖ്യമായതിന് നന്ദിയപ്പ. വേദനകൾ പൂർണ്ണമായും സൗഖ്യമായി കൃപയ്ക്ക് നന്ദിയപ്പ. ആ കർത്താവ് എല്ലാ ഞെരുക്കങ്ങളും മാറി പുതു വഴികൾ തുറന്നു വരുന്ന നന്ദി പറയുന്നപ്പ. അത്ഭുത സാക്ഷ്യമായി സ്വർഗത്തിലെ ദൈവം തീർക്കുന്നതിന് നന്ദി പറയുന്നു. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം ഇച്ചിരി മുന്നോട്ട് പോയത് എനിക്കറിയാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. അപ്പൊ നാളെ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവികമായ ആലോചനയോടെ നമുക്ക് ആലോചനകൾ ഇടപെടുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പ്രതികരിക്കുമ്പോൾ സൗരി പറഞ്ഞുള്ളത് തന്നെ ഏറ്റവും ഒടുവിലാണത് പറയാൻ വേണ്ടി പറ്റിയത്. നമുക്ക് അതിനുള്ള ക്രമീകരണങ്ങളെ വരും ദിവസങ്ങളിൽ നമുക്കത് ചെയ്യാൻ കർത്താവ് അത് അനുഗ്രഹമായി മാറ്റട്ടെ. ഒത്തിരി ആൾക്കാർക്ക് അത് പ്രതികരിക്കാൻ പറ്റാതെ, മ്യൂട്ട് മാറ്റാൻ പറ്റാതെ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാം ഒരു മീറ്റിങ്ങിന്റെ അകത്തിരിക്കുന്നത്. അപ്പം നമുക്കൊരു ഓപ്പൺ മീറ്റിംഗ് ആണെങ്കിൽ നമുക്കിത് വളരെ എളുപ്പമാണ്. പക്ഷേ ഈ ലിമിറ്റേഷനുള്ള ഈ പ്ലാറ്റ്ഫോമിലാണ് സൂമിൽ. എനിക്കറിയാം നിങ്ങൾക്ക് പ്രതികരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പലപ്പോഴും പറ്റാത്ത അവസ്ഥകളുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാം ഒരു വിശാലത നമുക്ക് വരുത്തും. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ളവർക്കുണ്ടെങ്കിൽ അതിന്റെ സമയമാണ്. ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. എല്ലാ നിന്ദകളും മാറട്ടെ, എല്ലാ കുറവുകളും മാറട്ടെ. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ. എല്ലാ ഞെരുക്കങ്ങളും നീങ്ങി വിശാലത ഉണ്ടാകട്ടെ. നന്മയും കരുണയും വ്യാപരിക്കട്ടെ. ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ വർധനവുണ്ടാകട്ടെ. ഞെരുക്കങ്ങൾ മാറി ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് നിങ്ങൾക്ക് കർത്താവ് ഇടപെട്ടവര് പറയാം, സാക്ഷിയുള്ളവർക്ക് പറയാം. ഒരേ ആലോചന, ഒരേപോലെ ഇടപെട്ടവര് അത് എന്റെയും കൂടെ കാര്യമാണെന്ന് എടുത്തു പറയണ്ട. നിങ്ങളത് ഏറ്റെടുത്താൽ മതി. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ, പ്രാർത്ഥന റിക്വസ്റ്റ് അല്ല, സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ബ്രദറിന് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഞാനൊരു ഷോപ്പിൽ പോയായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ ഒരു കമ്മലും എൻ്റെ ഒരു ചെയിനും അങ്ങനെ കുറച്ച് സ്വർണം മിസ്സായായിരുന്നു. ഞാൻ കുറേ തപ്പി, എൻ്റെ ബാഗിലും എല്ലായിടത്തും തപ്പി, പക്ഷെ അതൊന്നും കണ്ടില്ല. അപ്പം പിന്നെ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം എൻ്റെ ഇങ്ങനെ ഇതുപോലെ കാണാൻ പോയപ്പോഴത്തേക്കും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചത് കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ അതിനെപ്പറ്റി സാക്ഷ്യം പറഞ്ഞപ്പോഴത്തേക്കും ബ്രദർ പറഞ്ഞായിരുന്നു, നമ്മുടെ കൈകളുടെ അധ്വാന ഫലം നമ്മൾ തിന്നുമെന്നുള്ളത് വാക്യം പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ആ വാക്യം ഉരുവിട്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം എനിക്കത് പിറ്റേ ദിവസം കാണിച്ചു തന്നു. ഞാൻ ദൈവത്തിന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞായിരുന്നു. ദൈവത്തിന് ഒരുപാട് നന്ദി. ആമേൻ. നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്വർണം നമ്മളെപ്പോഴും നമ്മുടെ അധ്വാനം നമ്മൾ തന്നെ ഭക്ഷിക്കും. നമ്മളെ ഭാഗ്യം, നമ്മുടെ നന്മ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. അത് മടക്കി ലഭിക്കുവാൻ കർത്താവ് ഇടയായി തീർന്നു. ഇനിയും കർത്താവ് നന്മകളാൽ നിറയ്ക്കട്ടെ. വചനത്തിന്റെ ശക്തിയാണ്. ദൈവം കേൾപ്പിച്ച കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കേട്ടില്ല സിസ്റ്ററെ? ഞാനൊരു സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ. ഒരു മിനിറ്റ്. ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ പറയുന്ന ആളെ ഒഴികെ ബാക്കി എല്ലാവരും ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാൻ ഈ സമയത്തും പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നവരെ എല്ലാവരും ഒരുമിച്ച് നിങ്ങൾ മ്യൂട്ട് മാറ്റുമ്പോൾ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്.
അപ്പോൾ ഒരാൾ പറയുമ്പോൾ ബാക്കി എല്ലാവരെയും ഞാൻ തന്നെയാണ് മ്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറയാം. വെയിറ്റ് ചെയ്യുക. സിസ്റ്റർ പറഞ്ഞു. ബ്രദറെ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. സജി തോമസ് എന്നാണ് എൻ്റെ പേര്. എൻ്റെ ഹസ്ബൻഡിന്റെ ജോലി നഷ്ടപ്പെട്ടു പോയായിരുന്നു. ഇപ്പോൾ ഒരു ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പൊ ഞാൻ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇരുമ്പോട് അമ്പലങ്ങളെ തപ്പിച്ചുള്ള വാതിലുണ്ട് ഓടിച്ച് നന്മയ്ക്കായിട്ട് ദൈവം ഒരു വഴി തുറക്കട്ടെ എന്ന് ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ഒരാഴ്ചക്കകം തന്നെ എൻ്റെ ഭർത്താവിന് ജോലി കിട്ടി. തിങ്കളാഴ്ച മുതൽ ജോലിക്ക് കയറാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു മിറക്കിള് പോലെയാണ്. നമ്മൾ പോലും അറിയാത്ത ഒരു വ്യക്തിയാണ്. ആ ആളിന്റെ പേര് പറഞ്ഞ് അവിടെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നമ്പര് വിളിച്ചു. ഉടനെ തന്നെ പറഞ്ഞു എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോരെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച മുതൽ ജോലിക്ക് കയറുന്നു. ആമേൻ. ദൈവത്തിന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞ പോലെ തന്നെ കർത്താവിന് കൃപയാൽ നമുക്ക് മുമ്പേ പോയി ഇന്ന് താമ്ര കഥകളെ തകർത്ത് ഇരുമ്പ് ഓടകളെ ഉടച്ച് നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവം എന്ന് പറഞ്ഞത് അത്ഭുതമാണ്. നമുക്ക് വേണ്ടി ചില വ്യക്തികളെ ദൈവം ഇടപെട്ടത്. ഗോഡ് ബ്ലസ് യു. നമ്മുടെ പ്രാർത്ഥനയിൽ വചനത്തിൽ ദൈവം വഴികളെ തുറക്കുന്ന ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി ഇടപെട്ടവർ, ആലോചന ബ്രദറെ ആലോചന praise the Lord. ദേവസ്യ എന്ന് പറഞ്ഞ വിഷയത്തിൽ പറഞ്ഞു. ദേവസ്യ എന്ന് പറഞ്ഞ അതാരായിരുന്നു? ദേവസ്യ എന്ന് പറഞ്ഞ ആ വിഷയം ഏറ്റെടുക്കുന്ന ഭാഷ. ഒരു വീടിന്റെ അകത്ത് ദേവസ്യ എന്ന് പറഞ്ഞ പിതാവിനെ കാണിച്ചല്ലേ? അതെ അതെ അതെ. അത് ആലോചന, പ്രവചനാലോചന ഏറ്റെടുത്തോണം. കർത്താവ് കുടുംബത്തെ തുടവുക കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ബ്രദറെ സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞു ബ്രദറെ എന്തോ പറഞ്ഞു. അതെ, അപ്പൊ പിന്നെ കുറച്ചു നേരത്തെ പറഞ്ഞില്ലേ ബ്രദർ, ഒരു വീടിന്റെ ഹാളില് ഒരു പുലിയുടെ പടം വെച്ചിരിക്കുന്നത് പറഞ്ഞില്ലേ? അത് എന്റെ വീട്ടിലാണ്. അവിടുത്തെ രോഗസൗഖ്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ? അത് ഞാൻ ഏറ്റെടുക്കുന്നു. എനിക്ക് എന്റെ മകനും അതെ അസുഖങ്ങൾ തന്നെയാണ്. അത് ഏറ്റെടുക്കുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് കണ്ടതാണ് ഈ ഓരോ അടയാളം. കർത്താവ് ആ ഭവനത്തെ ദൈവം തൊടുന്നതായിട്ടാണ്. അത് തലമുറയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി പോകട്ടോ, യേശുവിന്റെ നാമത്തിൽ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോട്ടെ. ധൈര്യമായിട്ട് ഹലോ, കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഞാൻ ഇപ്പൊ ഖത്തറിലാണ്. ഒരു മാസത്തെ വിസയ്ക്കാണ് ഈ വന്നത്. ഇവിടെ ഗർഭിണി ആയതുകൊണ്ട് വിസ ഇവിടെ ഇപ്പൊ അതിന് ഗവൺമെന്റ് ഞാൻ എന്നും വചനം കിട്ടണമെങ്കിൽ മാസത്തേക്കായിട്ട് വന്നിട്ട് ഇന്നലെ ഒരു ചെറിയൊരു കാണുന്നുണ്ട് കിട്ടുമെന്നൊരു ഞാനങ്ങനെ പിന്നെ എടുത്ത് വെച്ച് കൊണ്ട് കർത്താവ് ഇത് നടത്തി തരുന്ന സാക്ഷ്യം പറയാനാ ഞാൻ മേടിക്കത്തുള്ളെന്നും ഞാൻ വചനം പറഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന പ്രവാദികൾ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. യഹോവ എനിക്കെല്ലാം സാധിക്കുമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കിന്ന് എന്റെ മോൻ പോയിട്ട് വന്നപ്പം എനിക്ക് മാസത്തെ കൂടെ വിസ കിട്ടി. നന്ദി കർത്താവ്. പറഞ്ഞ പോലെ തന്നെ ആ വിഷയം തന്നെ വിശ്വസിച്ചതുപോലെ തന്നെ അത് കാണുവാനിടയായി തീർന്നു. അനേകരെ ബലപ്പെടുത്തുക, വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുക. ആമേൻ. പറഞ്ഞു സിസ്റ്റർ. ആ ടൈഗറിന്റെ പറഞ്ഞില്ല, ചെറിയ ഇത് ഞങ്ങളുടെ ഹാളില് ടീ പോയിന്റ് കുറെ ദിവസം അത് എടുത്തു മാറ്റാ ഒരു ടൈഗർ ഇങ്ങനെ ഒരു കിടക്കുന്ന ഒരു ഇതങ്ങനെ വെച്ചിട്ടുണ്ട്. അത് മാത്രല്ല പറഞ്ഞത് ഒട്ടിച്ചു വെച്ചതാണോ? അതെ അതെ, ഹോളിലിരിക്കുന്ന ഇത് ഹാളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് ഒട്ടിച്ചു വെച്ചത്. ഓക്കെ, ഇപ്പൊ ലൈവായിട്ട് ആ ഹോളിൽ ആ ചിത്രം ഒട്ടിച്ചു വെച്ചിരിക്കുന്ന വീടാണ്. അടയാളമായിട്ട് കർത്താവ് ഏറ്റെടുത്തത് കേട്ടോ. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കുന്നു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഇന്നലെ ബ്രദർ ആലോചന പറഞ്ഞിരുന്നു. 1971 മാർച്ച് മാസത്തിൽ ജനിച്ച ആളിന്റെ ഭവനത്തെ ദൈവം സ്പർശിക്കുന്നു എന്ന് ബ്രദർ ആലോചന പറഞ്ഞിരുന്നു. ഞാൻ 1971 മാർച്ച് മാസത്തിൽ ജനിച്ചതാണ്. ആ ആലോചന ഞാൻ ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് ആ ഭവനത്തെ തൊടാൻ വേണ്ടി പോകുന്ന വ്യക്തി മുഖാന്തരം കർത്താവ് ഒരുക്കാൻ വേണ്ടി പോകുന്ന പറഞ്ഞത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം.
ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഓക്കെ God bless. ബ്രദർ പറഞ്ഞോ. ഗൗരി എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ഒരു മോടെ കാര്യമല്ലേ പറഞ്ഞേ? അതെ അതെ, മോളെന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ വീട്ടിൽ പ്രശ്നങ്ങളെന്നല്ലേ ബ്രദർ പറഞ്ഞത്? അതെ, അതുമായിട്ട് ബന്ധപ്പെട്ട്. അതെ. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ മകളുടെ നാത്തൂന്റെ മോളാണ്. ആ നാത്തൂനും ഒരു എന്തോ അതിന് പറയുന്നേ മദ്യപാനിയാണ്, ഹസ്ബൻഡും മദ്യപാനിയാണ്. അപ്പൊ അതിന്റെ പേരിൽ അവര് വലിയ പ്രശ്നത്തിലിരിക്കുക. ഈ മോൾ ഇപ്പൊ നല്ല പെർസെന്റേജോടുകൂടി 10th പാസ്സായി. പക്ഷെ കുഞ്ഞിന് ഭയങ്കര മാനസിക വിഷമമുണ്ട്. മോൾ അവിടെ ചെല്ലുമ്പോൾ, ഇപ്പോൾ അവൾ ഇവിടെയാണ്, മോൾ അവിടെ ചെല്ലുമ്പോൾ പ്രാർത്ഥനയും കാര്യമൊക്കെ ഉള്ള. അപ്പൊ ഇത് കാണുന്നുണ്ട്. അവൾ ഇപ്പൊ ഇച്ചിരി മദ്യപാനത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അവൾ എല്ലാവർക്കും, ഈ മോക്കാന്നേലും മോൾ അവിടെ നിൽക്കാത്തതും അതുകൊണ്ടാണ്. കഥ ഞാൻ ആ സാക്ഷ്യം എനിക്ക് തോന്നുന്നു അത് തന്നെയാണെന്ന്. കാരണം ഇന്ന് വൈകിട്ട് ഞാൻ അവർക്ക് വേണ്ടി സന്ധ്യക്ക് പ്രാർത്ഥിച്ച് ആ ഭവനം കർത്താവ് അനുഗ്രഹിക്കപ്പെടണം. മദ്യപാനിയായ സ്ത്രീയുടെ മദ്യപാനം മാറ്റണം. ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ലക്ക് കിട്ടി അവള് പോയി കുടിക്കും. ഈ മോളുടെ അമ്മ കുടിക്കുന്നു. അമ്മയും കുടിക്കുന്ന, അച്ഛനും കുടിക്കുന്ന. അച്ഛൻ അപ്പൊ തിങ്കളാഴ്ച വരുവാണെന്ന് മോളോട് പറയുകയും ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പേരിൽ അവിടെ എന്തോ ഇഷ്യൂ നടക്കുന്നുണ്ട്. ഈ മോള് 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് ഇന്നലെ കൊണ്ടുവന്ന് ഇത് കൊടുക്കുകയും ചെയ്ത് +1 അപേക്ഷ. അതിന് പോലും അമ്മയല്ല പോയത്, വല്യമ്മയാണ് പോയത്. ആ കുടുംബത്തിന് വേണ്ടി സിസ്റ്റർ പ്രത്യേകിച്ച് മോളെ ബലപ്പെടുത്തി പ്രാർത്ഥിക്കുക. സിസ്റ്റർ മുഖാന്തരം, ആ മോള് മുഖാന്തരം കർത്താവ് ഭാര്യയും ഭർത്താവിന്റെ മോള് മുഖാന്തരം. അമ്മ ബൈബിളൊക്കെ വായിക്കും, പക്ഷെ ഇവൾ അതിനകത്തൊന്നും അടുക്കത്തില്ല. സിസ്റ്റർ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ ആ വിഷയങ്ങൾ വെച്ച് ഈ ആലോചന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ മദ്യപാനത്തിന്റെ ദുരാത്മാക്കൾ ആ കുടുംബം വിട്ടു മാറിപ്പോവും. അവരുടെ മേൽ, കുടുംബത്തിന്റെ ഭാര്യയും ഭർത്താവിന്റെ മേൽ നിന്ന് വിട്ടുപോകും. സമാധാനത്തെ കർത്താവ് ഒരുക്കും. കർത്താവിന്റെ സാക്ഷിയായിട്ട് മാറും കേട്ടോ. ദൈവമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ മേൽ പ്രവർത്തിക്കും. യേശുവിന്റെ പറഞ്ഞോ. ഹലോ ബ്രദറെ, കഴിഞ്ഞ 2 ദിവസം മുന്നേ മോൻസ് എന്ന് പറയുന്ന ഒരു ഭവനത്തെ ബ്രദർ പറഞ്ഞിരുന്നു. അതെന്റെ മോളുടെ ഹസ്ബൻഡിന്റെ ഭവനമാണ്. മോൻസൺ എന്നുള്ളത്. മോൻസ്. അത് ഏറ്റെടുത്തു. കർത്താവ് ഒരു സാക്ഷിയാക്കും കേട്ടോ. ഓക്കെ ബ്രദറെ. ഹലോ ബ്രദറെ, പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഓഡിയോ ബ്രേക്ക് ബ്രദറെ, റേഞ്ച് കട്ടാകുന്ന പോലെ. ഹലോ, പറയട്ടെ. പറഞ്ഞോ. ഞാൻ മോന് വേണ്ടി ഒരു ജോലിയുടെ കാര്യം ബ്രദറിനോട് നേരത്തെ പറഞ്ഞിരുന്നു. അവൻ ഇപ്പോൾ ഒരു ചെറിയ ജോലി ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ബ്രദറിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്, മോന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ബ്രദർ. വഴിക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ഗൗരി എന്റെ മോളാണ്. ആലോചന അടയാളങ്ങൾ ശ്രദ്ധിച്ചോണം. അതെല്ലാം ഏറ്റെടുക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഹലോ ബ്രദർ, എന്റെ അമ്മയുടെ പേര് അന്നമ്മ. പിന്നെ അവർക്ക് 3 പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇങ്ങനെ കുറെ മൂത്ത സഹോദരിയുടെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ കേൾക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ കുറെ പ്രശ്നമായി. അപ്പൊ ആ മൂത്ത സഹോദരി പിന്നെ നാട് വിട്ടു പോയി. അങ്ങനെ അവരുടെ പിള്ള അങ്ങനെ കുറെ വേറെ വേറെ ആയിപ്പോയി. മധ്യപ്രദേശ് സൈഡിലാണ്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർക്ക് നീതി കിട്ടിയിട്ടില്ല. അത് ഞാൻ ഏറ്റെടുക്കുകയാണ്. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമാക്കി യേശുവിന്റെ നാമത്തിൽ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ വേണ്ടിയുള്ളവർ? വേഗത്തിൽ പറഞ്ഞോട്ടെ, സമയം. ബ്രദർ, നമുക്കൊരു കാര്യം നടക്കാണ്ട് ബ്രദർ. പിന്നെ രണ്ട് കാര്യമുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയത് നടക്കണം. അതിനുള്ള വചനം ഏതാണ് ബ്രദർ? ഞാൻ പറഞ്ഞു, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. സമയത്ത് അത് നമ്മുടെ ദൈവം സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ടോ? ഓ ബ്രദർ, അതൊന്ന് പറയണേ, പറഞ്ഞു തരണം ബ്രദർ.
സിസ്റ്റർ അത് ഏറ്റവും തക്ക സമയത്ത് ഒരു മിനിറ്റ് നിങ്ങൾ ഒരേപോലെ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് സൗണ്ട് അതുകൊണ്ടാണ് ഞാൻ നമ്മൾ പ്രവചനത്തിന്റെ ആ സമയത്താണെങ്കിൽ പോലും ഒരേപോലെ മൈക്ക് നിങ്ങൾ ഒരേപോലെ നിങ്ങൾ മൈക്ക് മ്യൂട്ടായിട്ട് സംസാരിക്കുമ്പോൾ സൗണ്ട് ബ്രേക്ക് ആവും. കാര്യം ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മളിത് ഒരു കമ്പ്യൂട്ടറും മൂന്നാല് നമ്മൾ മൊബൈലും ഒക്കെ ആയിട്ട് ആളുകൾ ഇരിക്കുന്നത് പോലെയാണ്, നമ്മൾ ഫുൾ നെറ്റ്വർക്കിലൊന്നും അല്ല. അപ്പൊ അത്രയും ഇത് ആളുകൾ ലോഡ് വലിക്കുന്നത് കൊണ്ട് ഇത്രയും ഒരുമിച്ച് ആൾക്കാർ കൂടുന്നത് കൊണ്ട് നെറ്റ്വർക്കിന്റെ എല്ലാം എല്ലാം ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റേ ആളുകൾ മൈക്കുകളെ മ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇഷ്ടം ഇന്ന് കേട്ട വചനം വീണ്ടും കേൾക്കുക. തക്ക സമയത്ത് നമ്മുടെ വിഷയങ്ങളെ ഒരു വിഷയത്തിന് പ്രത്യേകം പ്രാർത്ഥനയില്ല, എല്ലാ വിഷയങ്ങൾക്കും ഒരേ വചനം. കർത്താവ് അത് നമുക്ക് തക്ക സമയത്ത് പ്രവർത്തിക്കും. നമുക്ക് മുമ്പിൽ ഒരു സാക്ഷ്യമായിട്ട് തന്നെ അത് മാറ്റുവാൻ ഇടയായിത്തീരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും സാക്ഷ്യം ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ഒരേ ആലോചന ഒരേപോലെ ഇടപെട്ടവർ എടുത്തു പറയേണ്ട കാര്യം, നമുക്ക് സമയമുണ്ട്. മറ്റൊരാൾക്ക് നമുക്ക് സാക്ഷ്യം പറയാൻ ഒരു അവസരം നമ്മൾ കൊടുക്കേണ്ടതാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി സാക്ഷ്യം പറയാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറയേണ്ടതാണ്. പെട്ടെന്നുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ആരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കാം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നമുക്ക് അനുഭവിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നമുക്ക് ദൈവസന്നിധിയിൽ